നമസ്കാരം. വൺ ഡേ ഫോർ വയനാട് ന്യൂസ് 18 കേരളത്തിന്റെ ക്യാമ്പയിനൊപ്പം മനസ്സ് ചേർക്കുകയായിരുന്നു ഇന്ന് മുഴുവൻ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മലയാളികൾ. ഇന്ത്യയിലെ വിവിധ ഇടങ്ങളിൽ നിന്നും പുറത്തു നിന്നുമെല്ലാം വയനാട്ടിലേക്ക് സഹായം നൽകുകയാണെന്ന് വിളിച്ചു പറയാൻ ഫോൺ വിളിച്ചവരിൽ കുടുക്ക പൊട്ടിക്കാൻ തയ്യാറായ കൊച്ചു കുരുന്നുകൾ മുതൽ പെൻഷൻ മാത്രം കൈമുതലായുള്ളവർ അത് മുഴുവൻ നൽകുകയാണെന്ന് വരെ പറയാൻ സന്നദ്ധമായി എത്തി. ഒന്നിച്ചു നിന്ന് വയനാടിന്റെ പുനരുദ്ധാരണം സാധ്യമാക്കാമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി നിറഞ്ഞ മനസ്സോടെ ന്യൂസ് 18 കേരളത്തിന്റെ ക്യാമ്പയിനെ അഭിനന്ദിച്ചു. മറ്റൊരു ജനതയ്ക്കും അവകാശപ്പെടാനാകാത്ത ഐക്യം രക്ഷാപ്രവർത്തനത്തിൽ വ്യക്തമാക്കിയ നമ്മളെന്ന ജനത ഒരുമിച്ച് നിൽക്കുകയാണ് വയനാടിന്റെ അതിജീവനത്തിനുമെന്ന് കൂടി വിളിച്ചു പറയുന്ന കാഴ്ചയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടത്. നമ്മൾക്കൊരിക്കലും തോൽക്കാനാവില്ല. അപ്പോഴും ചില പഴയ പാളിച്ചകൾ പഠിക്കേണ്ട ചരിത്രമായി നമുക്ക് മുന്നിലുണ്ട്. അതൊക്കെ തിരുത്താതെ പുനരധിവാസം മാതൃകാപരമാകില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. വൺ ഡേ ഫോർ വയനാട് മുന്നോട്ട് നോക്കുമ്പോൾ കണ്ണടച്ച് കളയാൻ കഴിയാത്ത ആ പാഠങ്ങൾ എന്താണ്? അത് തിരുത്താൻ കൂടി നമ്മൾ തയ്യാറാകണ്ടേ? പരിശോധിക്കുന്നു വൺ ഡേ ഫോർ വയനാടിനൊപ്പം, റീബിൽഡ് വയനാടിനൊപ്പം പ്രൈം ഡിബേറ്റ്. സ്വാഗതം. ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ വയനാട്ടിലെ മുണ്ടക്കൈ ചൂർമല പ്രദേശങ്ങളിലെ ജനത സർവവും നഷ്ടപ്പെട്ടു നിൽക്കുകയാണ്. ആ സഹോദരങ്ങളെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിയെത്തിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഒന്നായി ഏറ്റെടുക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ഇതിനായി CMDRF-ലൂടെ വയനാട് പുനരുദ്ധാരണത്തിൽ പങ്കാളികളാവുന്നത്. നാടിൻ്റെ പുനരുദ്ധാരണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വാർത്താ ചാനലായ ന്യൂസ് 18 കേരളവും ഇതിൽ പങ്കാളികളാകുന്നു എന്നതിൽ സന്തോഷമുണ്ട്. വൺ ഡേ ഫോർ വയനാട് എന്ന ഈ ക്യാമ്പയിനിൽ CMDRF-ലേക്ക് സംഭാവന നൽകാനും വയനാട് പുനരുദ്ധാരണത്തിൽ സഹായവുമായി പങ്കുചേരാനും സന്നദ്ധത അറിയിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. CMDRF വഴി വയനാട് പുനരുദ്ധാരണത്തിൽ പങ്കാളികളാവണമെന്ന ആഹ്വാനവുമായി കലാസാംസ്കാരിക, സിനിമ, കായിക മേഖലയിലെ നിരവധി പ്രമുഖരെ ചാനലിലൂടെ അണിനിരത്താൻ കഴിഞ്ഞതും കൂടുതൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ സഹായിക്കുന്ന പ്രക്രിയയാണ്. വൺ ഡേ ഫോർ വയനാട് പരിപാടിക്ക് എല്ലാ ആശംസകളും നേരുന്നു. CMDRF-ന് ജനങ്ങളിൽ നിന്നും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. അതിനിയും തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ഒന്നിച്ചു നിൽക്കാം. ഞാൻ ന്യൂസ് 18 ഈ സംരംഭത്തെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. തീർച്ചയായും നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേരുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ ലക്ഷ്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ പുനരധിവാസം സാധ്യമാകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്ഥലത്തേക്ക് അവരെ പറഞ്ഞയക്കാൻ പറ്റില്ല. നമുക്ക് പുതിയ സ്ഥലം കണ്ടെത്തണം. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു കമ്മ്യൂണിറ്റി ലിവിങ്, എല്ലാവർക്കും ഒരുമിച്ച് താമസിക്കാൻ പറ്റാവുന്ന സ്ഥലം. അവിടെയുള്ള മുഴുവൻ പേർക്കല്ല, ഒരുമിച്ച് ഇപ്പം ഞങ്ങൾ 100 പേർക്ക് വീട് വെച്ച് കൊടുക്കുമ്പോൾ ആ 100 പേർക്ക് ഒരു കമ്മ്യൂണിറ്റി ലിവിങ് ഉണ്ടാവണം. അവിടെ കോമൺ ആയിട്ടുള്ള സ്ഥലം ഉണ്ടാവണം. അവിടെ ഒരുമിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടാകണം. കുട്ടികൾക്ക് സ്കൂളോ അംഗൻവാടിയോ വേണം. അവിടെ ഫ്രൂട്ട് പ്ലാന്റുകൾ ഉണ്ടാകണം. പിന്നെ അതുപോലെ ഓരോ വീട്ടിലെയും ഓരോ വിഷയമാണ്. ചില വീട്ടിൽ അനാഥരായ കുട്ടികൾ, ചില വീട്ടിൽ വരുമാനം ഉണ്ടാക്കിയിരുന്ന ആളുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ചില സ്ഥലത്ത് പ്രായമായ ആളുകൾ, മക്കളും കൊച്ചുമക്കളും നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അവർക്ക് ജോലി കൊടുക്കേണ്ടി വരും. നമുക്ക് അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തി കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ കൃഷി ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും.
അങ്ങനെ ഓരോ കുടുംബത്തിൻ്റെയും ഓരോ പാക്കേജായി ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അപ്പോൾ ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള ഒരു പുനരധിവാസ പ്രക്രിയ ഒരു മോഡലായി ചെയ്യണം. അതിന് സഹായിക്കാൻ ആളുകൾ തയ്യാറാണ്. ഏറ്റവും ശാസ്ത്രീയമായി, ഏറ്റവും പ്രൊഫഷണലായി, ഏറ്റവും ഭംഗിയായി ആ റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് നടക്കണം. അത് വെറുതെ വീട് വെച്ച് കൊടുക്കുന്നത് മാത്രമല്ല, അവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് അവരിതിനു മുൻപ് ജീവിച്ചിരുന്നതിനേക്കാൾ കുറേ കൂടി മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിലേക്ക് ആ ബാക്കിയുള്ള കുടുംബാംഗങ്ങളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു മിഷനാണ് ഏറ്റെടുക്കേണ്ടത്. അതിനൊരു വളരെ വലിയൊരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള, വിശാലമായ, സമഗ്രമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാകും. ഞങ്ങളത് ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും സമർപ്പിക്കും. ന്യൂസ് 18 നടത്തുന്ന ഈ സംരംഭത്തിന് എല്ലാ പിന്തുണയും നൽകുന്നു. എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ അതിനുണ്ടാകും എന്നുള്ള ശുഭാപ്തി വിശ്വാസവും എനിക്ക്. പ്രൈം ഡിബേറ്റിൽ നമുക്കൊപ്പം ചേരുന്നു വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് മരക്കാർ, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം വയനാട് ജില്ലാ പ്രസിഡന്റ് ഷബീർ പി, ഒപ്പം ഭൗമശാസ്ത്ര വിദഗ്ധൻ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് എന്നിവർക്കൊപ്പം ആദ്യം നമ്മുടെ പ്രതിനിധി രഞ്ജിത്ത് രാമചന്ദ്രൻ വയനാട് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ഞാൻ പാനലിസ്റ്റുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് രഞ്ജിത്തിലേക്ക് കടക്കുന്നു. രഞ്ജിത്ത്, പുനരധിവാസത്തിന് വേണ്ടി ഇങ്ങനെ ഒരു 1 ഡേ ഫോർ വയനാട് നമ്മൾ മാറ്റിവെക്കുമ്പോൾ അതിന് ഞങ്ങളെല്ലാം തയ്യാറാണെന്ന് വിളിച്ചു പറയുന്ന ഒരു കാഴ്ചയായിരുന്നു ഈ കഴിഞ്ഞ മണിക്കൂറുകൾ മുഴുവൻ കണ്ടത്. ആ രീതിയിലുള്ള ജനങ്ങളുടെ പങ്കാളിത്തം കൂടിയാണല്ലോ ന്യൂസ് 18 മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോഴും ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഈ ഭൂമി എവിടെയാകും, നിർദ്ദേശിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉറ്റുനോക്കുന്ന ടൗൺഷിപ്പിനുള്ള ആ ഭൂമി എവിടെയാകും എന്നതടക്കമുള്ള പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും മാധ്യമങ്ങൾക്ക് മുന്നിലോ ജനങ്ങൾക്ക് മുന്നിലോ വ്യക്തമാക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. അതിനനുസരിച്ചുള്ള അവലോകന യോഗങ്ങളും എല്ലാം ഈ മണിക്കൂറുകളിലും അവിടെ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. കൃത്യമായ രീതിയിൽ ഇതിലെല്ലാം ഒരു തീരുമാനം, ആ പുനരധിവാസത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് വരും ദിവസങ്ങളിൽ വ്യക്തമാകും എന്ന് വിലയിരുത്താമോ അവിടെ നിന്ന്? അപർണ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ജനകീയ തെരച്ചിൽ, കാരണം ഇന്നലെ പ്രധാനമന്ത്രി വന്നത് അനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട് തെരച്ചിലിന് ഒരു ബ്രേക്ക് വന്നൊരു ദിവസമായിരുന്നു. 12 ദിവസമായി നടന്ന തെരച്ചിലിന് ഒരു ചെറിയ ഇടവേള വന്നൊരു ദിവസമായിരുന്നു ഇന്നലെ. പക്ഷെ ഇന്ന് 2000-ഓളം ആളുകൾ പങ്കെടുത്ത ഒരു ജനകീയ തെരച്ചിലിന് നമ്മൾ ഈ ക്യാമ്പയിൻ മുന്നോട്ട് വെക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന് തുടർച്ചയായി നമ്മൾ അത്തരത്തിൽ അഭ്യർത്ഥിക്കുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ ഉദ്യമത്തോട് സഹകരിക്കാൻ വരുമ്പോൾ അതിനോടൊപ്പം ചേരുന്ന, അതായത് 2000 ആളുകൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന്, വിവിധ മേഖലകളിൽ നിന്ന് വന്ന 2000-ഓളം ആളുകളുടെ സാന്നിധ്യത്തിൽ ഇന്ന് വിപുലമായ തെരച്ചിൽ അവിടെ നടന്നു എന്നുള്ളതാണ്. കാരണം ഇനി തെരച്ചിലുകൾ എന്നുള്ളത് ആരെങ്കിലും ജീവനോടെ അവശേഷിക്കുന്നു എന്നുള്ളതല്ല. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട നിരവധി ആളുകളെ ഇന്ന് നമ്മൾ വയനാടിന്റെ പല മേഖലകളിലും കണ്ടു. ഈ ദുരന്തബാധിത മേഖലയിലടക്കം പല വീടുകളിലും 12 ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാനുള്ളൊരു സാഹചര്യം ഒരുങ്ങിയപ്പോൾ തങ്ങളുടെ ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടോ, തങ്ങളുടെ ആരുടെയെങ്കിലും അവസാനമായി അവരുടെ ശരീരഭാഗങ്ങളെങ്കിലും കാണാൻ സാധിക്കുമോ എന്ന് പോലും ചോദിക്കുന്ന നിരവധി ആളുകളെ നമ്മൾ ഇന്ന് കണ്ടു. അവർക്ക് ഒരാശ്വാസമായി ഇനിയും 2 ദിവസം കൂടിയും തെരച്ചിൽ തുടരും. 2 ദിവസം എന്നുള്ളത് നാളെയും മറ്റന്നാളും തെരച്ചിൽ തുടരും എന്ന് ഇന്ന് സർക്കാർ കേന്ദ്രങ്ങൾ വ്യക്തമാക്കുകയായിരുന്നു. നാളെ ആർമിയുടെ ഒരു വിപുലമായ തെരച്ചിൽ കൂടി വയനാട് ഈ പ്രദേശത്ത് നടക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് 4 ശരീരഭാഗങ്ങൾ, 4 മൃതദേഹങ്ങൾ എന്ന് നമുക്ക് പറയാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കിട്ടി എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഇത് എയർലിഫ്റ്റ് ചെയ്തുകൊണ്ട് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ന് നടന്നിരുന്നു. പക്ഷെ അവിടെ എയർലിഫ്റ്റിംഗ് എന്ന ഉദ്യമം തുടക്കത്തിൽ അത്തരത്തിൽ അതിനുള്ള തുടക്കം കുറിച്ചുവെങ്കിൽ പോലും കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് എയർലിഫ്റ്റിംഗ് ഉപേക്ഷിക്കുകയും നാളത്തേക്ക് ഇത് മാറ്റിവെക്കുകയുമാണ് ചെയ്തത്. നമുക്കറിയാം, ഈ സൂചിപ്പാറ മേഖലയിലൊക്കെ ഇന്ന് ശക്തമായ മഴ ഏതാണ്ട് 2 മണിക്ക് ശേഷം പെയ്യുകയും 3 മണിയോടുകൂടി ഈ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. നാളെയാണ് കുറച്ചുകൂടി വിപുലമായ ഒരു തെരച്ചിൽ. രാവിലെ 7 മണിക്ക് ഫാം മേഖലയിൽ നിന്ന് ഏതാണ്ട് 6 മേഖലകൾ തിരിച്ചുകൊണ്ട് കേന്ദ്രീകരിച്ചുള്ള ഒരു 60-അംഗ സംഘം, അതിൽ NDRF ഉണ്ടാകും, അഗ്നിരക്ഷാ സേനയുണ്ടാകും, സിവിൽ ഡിഫൻസ് സേനയുണ്ടാകും, പോലീസ് ഉണ്ടാകും, വനവകുപ്പ് ഉണ്ടാകും. അങ്ങനെ പരമാവധി വിവരങ്ങൾ ലഭിക്കത്തക്ക വരെയുള്ള തെരച്ചിലാണ് ഇപ്പോൾ ആ തരത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഈ സന്നദ്ധ പ്രവർത്തകരെ ചാലിയാർ പുഴയിലേക്ക് കടത്തിവിടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപകടകരമാണ് അവിടെ കാര്യങ്ങൾ എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഒപ്പം 253 വാടക വീടുകൾ ഇതിനകം കണ്ടെത്തിക്കഴിഞ്ഞു. നമുക്കറിയാം, ഏതാണ്ട് 472ഓളം ആളുകൾ ഭവനരഹിതരാണ്, കുടുംബങ്ങൾ. അവരിൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ടെന്നും എത്ര പേർക്ക് ഇനിയും തിരിച്ച് വീടുകൾ ആവശ്യമുണ്ട് എന്ന കാര്യത്തിലൊക്കെ കണക്കെടുപ്പ് നടക്കുന്നതേ ഉള്ളൂ. അതിനൊക്കെ അല്പം ഒരു സമയമെടുക്കും. കാരണം അത്രത്തോളം ഭീകരമാണ് ഈ ദുരന്തം എന്നുകൂടി ചേർത്ത് വായിക്കണം. ഇതിനകം 253 വാടക
വീടുകൾ ഇവരെ മാറ്റാനായി സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളത്, മറ്റ് സന്നദ്ധ സംഘടനകൾ നൽകിയത്, സുമനസ്സുകൾ നൽകിയത്, വാടക വീടുകൾ എടുത്തത്, അങ്ങനെ 253 വീടുകൾ ഇതിനകം കണ്ടെത്തി കഴിഞ്ഞു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഇതിനൊപ്പം നാളെ ഈ ദുരന്തം സംഭവിച്ച മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ, ചൂരൽമല, മേപ്പാടി നിവാസികളുടെ ഈ രേഖകൾ എന്നറിയാം, നമുക്കറിയാം അവരൊക്കെ ഒരു സമയത്ത് ഈ പറഞ്ഞതുപോലെ വലിയ ദുരന്തം വന്നപ്പോൾ എല്ലാം ഇട്ടെറിഞ്ഞ് ഉപേക്ഷിച്ച് പോയവരാണ്. അവർക്ക് ആ രേഖകൾ വീണ്ടെടുക്കാനുള്ള ഒരു ദിവസമായി കൂടി നാളെ, വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായി കൂടി നാളെ പ്രത്യേക ക്യാമ്പുകൾ അവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ സംവിധാനങ്ങൾക്ക് പറ്റാവുന്ന വിധത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയാണ് ഈ ജനങ്ങളെ, അവശേഷിക്കുന്നവരെ അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ തരത്തിലുള്ള നിലപാടുകളും നമ്മുടെ സംവിധാനങ്ങൾ സ്വീകരിക്കുന്നത് എന്നുകൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നാളെയും സമഗ്രമായ തെരച്ചിലുണ്ടാകും. ഒരുപക്ഷെ കുറച്ച് ദിവസം കൂടെ നീണ്ടു നിന്നേക്കും. അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപർണ, യെസ്, തീർച്ചയായിട്ടും. രഞ്ജിത്ത് രാമചന്ദ്രൻ വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയപ്പോൾ നമ്മൾ ഇനി ചർച്ചയിലേക്ക് കടക്കുമ്പോൾ ഷംഷാദ് മരക്കാർ, സഹായങ്ങൾ ഒഴുകുകയായിരുന്നു. ഇന്നത്തെ മണിക്കൂറുകൾ ചൂരൽമലയിൽ നിന്ന് രക്ഷാപ്രവർത്തകർ ഇറങ്ങിപ്പോകുന്ന ദിവസങ്ങളാകുന്നു. ആദ്യത്തെ ആ തിരക്ക് മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ ആ പങ്കാളിത്തം കുറയുന്നു. പക്ഷേ അപ്പോഴും ജനം പിന്തിരിഞ്ഞ് നടക്കുന്നില്ല ഷംഷാദ്. രക്ഷാപ്രവർത്തനം മാത്രമല്ല, പുനരധിവാസവും ഇതുവരെ കാണാത്ത തരത്തിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ ഈ മണിക്കൂറുകളൊക്കെ ഇങ്ങോട്ട് വിളിച്ച, ന്യൂസ് 8 വിളിച്ച ആൾക്കാരുടെ ആ കോളുകളുടെ എണ്ണം കണ്ടിട്ടാണ്. അത് ശരിയാണെന്ന് തോന്നുന്നില്ലേ? തീർച്ചയായും. ആദ്യം തന്നെ ന്യൂസ് 18 ക്യാമ്പയിൻ വൺ ഡേ ഫോർ വയനാട് എൻ്റെ കൂടെ ജില്ല. അപ്പോൾ ഞങ്ങളുടെ ജില്ലയിലുണ്ടായി വലിയ ദുരന്തത്തെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോയി അതിജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് വേണ്ടി നിങ്ങളെടുത്തൊരു ക്യാമ്പയിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നന്ദിയും അർപ്പിക്കുകയാണ്. അതിനോടൊപ്പം നമ്മളുടെ തെരച്ചിൽ ഇന്ന് വലിയ ജനകീയമായ തെരച്ചിൽ നടന്നു. ആ തെരച്ചിലുകൾ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇനിയും 2 ദിവസത്തേക്കാണ് സർക്കാർ തുടർച്ചയായി തെരച്ചിലുകൾ ഉണ്ടാകുമെന്നും നാളെയും മറ്റന്നാളും ചാലിയാർ കേന്ദ്രീകരിച്ച് വിപുലമായ, കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ മൃതദേഹ ഭാഗങ്ങളും നമുക്ക് ലഭിച്ചത് ചാലിയാറിന്റെ മേഖലയിൽ നിന്നാണ്. അപ്പോൾ സൂചിപ്പാറ, പരപ്പൻപാറ, അതുവഴി ചാലിയാർ. അപ്പോൾ ആ ഒരു പ്രദേശങ്ങളിലൊരു വിപുലമായ തെരച്ചിൽ കൂടി സർക്കാർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞു 2 ദിവസത്തേക്ക്. അതും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഇപ്പം നമ്മളൊരു 2 ആഴ്ച പിന്നിടാനാവുന്ന, ഇനി നമ്മൾ പുനരധിവാസം എന്ന് പറയുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടാൻ പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് പോവുകയാണ്. ആ ഒരു ഘട്ടത്തിലേക്ക് വളരെ നല്ല രീതിയിലുള്ള പ്ലാൻ ചെയ്തുകൊണ്ട് എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു വലിയ പുനരധിവാസ പാക്കേജ്, അതായത് നമ്മൾ ഈ കേരളത്തിലുണ്ടാകാൻ പറ്റുന്ന ഏറ്റവും ഒരു മാതൃകാ പ്രൊജക്റ്റായി ഇത് മാറണമെന്നുള്ളൊരു ആഗ്രഹമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. അതിന് വിവിധങ്ങളായ നിർദ്ദേശങ്ങൾ നമ്മൾ സർക്കാർ തലത്തിലുള്ള എല്ലാ യോഗങ്ങളിലും മന്ത്രിമാർക്കും ഒക്കെ നേരിട്ട് തന്നെ നമ്മുടെ നിർദ്ദേശങ്ങൾ നൽകി. അതെല്ലാം സർക്കാരിന്റെ പരിഗണനയിലുള്ളത് തന്നെയാണ്. ഇനി സർക്കാർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തൊരു പുനരധിവാസത്തിലേക്ക് കടക്കണം. കാരണം ഇപ്പം നമ്മൾ ക്യാമ്പുകൾ തുടങ്ങിയിട്ട് ഏകദേശം 13ഓളം ദിവസങ്ങളായി. ഇപ്പോൾ 2 നാളെ 14 ദിവസമാവുകയാണ്. അപ്പോൾ ഈ ക്യാമ്പുകളിൽ ഒരു പരിധിയിലധികം ദിവസങ്ങൾ ഒരു ജീവിച്ച് പോവുക എന്ന് പറയുന്നത് അത്ര ആശ്വാസകരമായ ഒരു കാര്യമല്ല. അത് 2 രീതിയിലാണ്. ഒന്ന്, നമ്മുടെ ക്യാമ്പുകളുള്ള സ്കൂളുകളിൽ മുഴുവൻ വിദ്യാഭ്യാസം നിലവിലില്ല. അപ്പോൾ അവിടെ അതിന്റെ ആ സ്കൂളിലെ കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നം ഒരു മറുഭാഗത്തുണ്ട്. 2, നമ്മൾ ക്യാമ്പിൽ ഒരു 14 ദിവസത്തിൽ അധികമൊക്കെ ജീവിച്ചു പോകുക എന്ന് പറയുന്ന ഒരു പ്രയാസകരമായ കാര്യം, ഒരു പ്രൈവസിയുടെ ഭാഗമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും ഒക്കെയുള്ള. അപ്പോൾ അവർക്ക് പെട്ടെന്ന് നമ്മളൊരു റെന്റഡ് ഹൗസ് എന്ന് പറയുന്ന വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്നു. ഇപ്പോൾ നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ 253ഓളം കെട്ടിടങ്ങൾ, വാടക കെട്ടിടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ സർക്കാരിന്റെ കെട്ടിടങ്ങൾ, സൗജന്യമായി ലഭിക്കാവുന്ന കെട്ടിടങ്ങൾ. ഇനി ചില ആളുകൾക്ക് താല്പര്യം ബന്ധു വീട്ടിലേക്ക് പോകാനാണ്. അങ്ങനെ താല്പര്യമുള്ള ആളുകൾക്ക് ബന്ധു വീട്ടിലേക്ക് മാറാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. അതിനോടൊപ്പം വാടക കൊടുക്കേണ്ട കെട്ടിടങ്ങൾ കണ്ടെത്തി. ആദ്യത്തെ പുനരധിവാസം വാടക കെട്ടിടങ്ങളിലേക്കുള്ളൊരു മാറ്റമാണ്. അതിനോടൊപ്പം ഞാൻ സൊസൈറ്റിയിൽ തന്നെ ഒരിക്കൽ പറഞ്ഞതാണ്, ആ വാടക കെട്ടിടത്തിലേക്ക് അവർ മാറുമ്പോൾ അവർക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും കൂടി നമ്മൾ നൽകണം. കാരണം അവരുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കട്ടില്, കിടക്ക, അങ്ങനെയുള്ള അടുക്കളയിലേക്ക് വേണ്ട പാത്രങ്ങൾ അടക്കം കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ മാത്രമേ അവർക്ക് മാറാൻ പറ്റൂ. അത് നമ്മൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അതിന് അനുകൂലമായ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ അപർണ പറഞ്ഞതുപോലെ സഹായിക്കാൻ ഒരുപാട് ആളുകൾ നമുക്ക് തയ്യാറാണ്. നമുക്ക് അതും ഒരു ജനകീയ ക്യാമ്പയിനായി ചെയ്യാം. അതൊന്നും ഇനി ഒരാളും ബുദ്ധിമുട്ടാതെ നമുക്കൊരു ജനകീയ ക്യാമ്പയിനായി ചെയ്താൽ
നമുക്ക് അതിനും സംവിധാനമുണ്ട്. ഷംഷാദ്, അപ്പോൾ ഞാനൊരു കാര്യം ഷംഷാദ് ഒന്ന് ഇടപെട്ട് ചോദിക്കുന്നത്, അപ്പോഴും ഷംഷാദ് ഇത് നമ്മൾ ഈ ജനങ്ങളെല്ലാം കൂടെ നിൽക്കുന്നു, അതാണ് ഞാൻ ഈ പറഞ്ഞത്, ഈ മണിക്കൂറുകൾ മുഴുവൻ ജനങ്ങൾ ഇതിനൊപ്പം നിൽക്കുന്നു, ഈ കഴിഞ്ഞ ദിവസങ്ങളായി ജനങ്ങൾ കൂടെ നിൽക്കുന്നു, നമ്മൾ കൂടുതൽ പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്നു. പക്ഷേ ഒരു ടൗൺഷിപ്പ്, ഒരു നിർദ്ദിഷ്ട ടൗൺഷിപ്പ് വരികയാണെങ്കിൽ അതെവിടെയായിരിക്കും, ആ ഭൂമി എവിടെയായിരിക്കും എന്ന് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിലോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് മുന്നിലോ പറയാൻ അധികൃതർ തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് കടന്നിട്ടില്ല. അതിലൊരു അനിശ്ചിതത്വം ഉണ്ടോ? ടൗൺഷിപ്പ് എന്ന് പറയുന്ന ഒരാശയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് മുന്നോട്ട് വെച്ചത്. ആ ആശയത്തെ മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും പ്രദേശത്തെ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും. കാരണം ഒരുമിച്ച് വീണ്ടും ഒരു കമ്മ്യൂണിറ്റി പോലെ ജീവിക്കുക എന്നുള്ളതാണ്. അവരങ്ങനെ ആയിരുന്നു അവിടെ. നല്ല ആശയമാണ്. പക്ഷെ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ അതിൽ അഭിമുഖീകരിക്കുമെന്നുള്ളതാണ്. ഒന്ന്, ഇത്രയും ലാൻഡ് ഒരു സ്ഥലത്ത് നമുക്ക് അവൈലബിൾ ആവുക എന്നുള്ളത് മേപ്പാടിയെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം കൂടുതൽ പ്ലാന്റേഷൻ ഭൂമിയാണ് മേപ്പാടിക്കകത്തുള്ളത്. അപ്പോൾ ആ പ്ലാന്റേഷൻ ഏറ്റവും കൂടുതലുള്ളൊരു പഞ്ചായത്ത് കൂടിയാണ് മേപ്പാടി. അപ്പോൾ ആ പ്ലാന്റേഷൻ ഭൂമിയിൽ ഇത്രയും ഇപ്പോൾ 450ഓളം വീടുകൾ മിനിമം, അതായത് നമുക്ക് തകർന്ന 350 വീടുകളും പാർഷ്യലി തകർന്ന് വാസയോഗ്യമല്ലാത്ത 120 വീടുകളും കൂട്ടിയാൽ തന്നെ 470 ഇനി നമുക്ക് അവിടുന്ന് മാറ്റി താമസിപ്പിക്കണം എന്ന് പറയുന്ന ആളുകൾ കൂടെ ആകുമ്പോൾ വലിയ എണ്ണാവും. അത്രയും ആളുകളെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന ഒരു ലാൻഡ് കിട്ടുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇനി കിട്ടിയാൽ തന്നെ വിദഗ്ധമായ പരിശോധന ആ ലാൻഡിന്മേൽ നടക്കണം. കാരണം ഇനിയൊരു ചെറിയ ദുരന്തം പോലും താങ്ങാനുള്ള ശേഷി വയനാടിനില്ല. അതുകൊണ്ട് ആ ലാൻഡിന്റെ സേഫ്റ്റി നമുക്ക് നോക്കണം. അതിനകത്ത് ലാൻഡ് സ്ലൈഡിന്റെ പോസിബിലിറ്റീസ് ഉണ്ടോ എന്ന് നോക്കണം, ഫ്ലഡ് അലേർട്ടിന്റെ പ്രശ്നങ്ങളുണ്ടോ നോക്കണം. അങ്ങനെ എല്ലാ പരിശോധനയും നടത്തിയാലേ ലാൻഡ് നമുക്ക് എടുക്കാൻ പറ്റൂ. പക്ഷേ അത് അത്ര ഒരു ഈസിയായി നമുക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഒരു സ്ഥലത്ത് എന്നുള്ള ഒരു ടൗൺഷിപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ അപ്രായോഗികമാവാനൊരു സാധ്യത ലാൻഡിന്റെ കാര്യം വെച്ചുണ്ടാവും. വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഒരുപാട് ആളുകളുണ്ട്, പക്ഷേ ഈ ലാൻഡ് അത്രയും നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ 2 or 3 കമ്മ്യൂണിറ്റി ലിവിംഗ് ആയിട്ട് വേണ്ടി വരും ചിലപ്പോൾ ഇതിനെ പ്ലാൻ ചെയ്യാൻ. അപ്പോൾ സർക്കാരിന്റെ തലത്തിൽ നിന്ന് ഒരു കൂടിയാലോചന ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നും ബന്ധപ്പെട്ട ആളുകളുമായി ചർച്ച ചെയ്തതിന് ശേഷം ആയിരിക്കാം ഇതിന്റെ ഒരു ഫൈനൽ ഡിസിഷൻ വരിക എന്നുള്ളത് കൊണ്ടാണ് ഈ ലാൻഡ് എവിടെയാണ് എന്നുള്ളത് പറയാറ്. പക്ഷേ മേപ്പാടിയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ പഞ്ചായത്തിൽ തന്നെ താമസിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. മുണ്ടക്കൈ ചൂരൽമലക്കാരുടെ ഏറ്റവും വലിയ ആഗ്രഹം. അവർക്ക് അവിടുന്ന് വിട്ടുപോവുക എന്ന് പറയുന്നത് അത്ര ആശ്വാസകരമായ കാര്യമല്ല. അതുകൊണ്ട് അവർ പ്രിഫർ ചെയ്യുന്നത് ആ പഞ്ചായത്ത് തന്നെയാണ്. അപ്പോൾ ആ പഞ്ചായത്തിന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളുണ്ട്. എസ്റ്റേറ്റുകളാണ്, പ്ലാന്റേഷനാണ്. അതിനിടയിൽ ഇത്രയും വലിയ പ്ലോട്ട് നമുക്ക് കിട്ടുമോ എന്നുള്ളത് സർക്കാർ തലത്തിൽ വ്യക്തത വരുത്തേണ്ടത്. ഞാൻ തിരികെ എത്താം ശ്രീ ഷംഷാദ് മരക്കാൻ. ഷബീർ, ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ക്യാമ്പയിൻ ന്യൂസ് 18 കേരളം ഇങ്ങനെ ഒരു വൺ ഡേ ഫോർ വയനാട് എന്ന ക്യാമ്പയിൻ അവസാനിപ്പിച്ചു കഴിഞ്ഞ ശേഷമാണ് ഈ ചർച്ച നടക്കുന്നത്. മണിക്കൂറുകളോളം ജനങ്ങൾ വിളിച്ചു. അതിൽ കൊച്ചുകുട്ടികളുണ്ട്, പെൻഷൻ പറ്റുന്നവരുണ്ട്, തൊഴിലെടുക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെയുണ്ട്. അപ്പോഴും ഈ ചില ചോദ്യങ്ങൾ ബാക്കിയാകുന്നത് പഴയ പുനരധിവാസ പദ്ധതികളിലുണ്ടായിട്ടുള്ള പാളിച്ചകൾ, പരാതികൾ, അതിനെ തുടർന്നുള്ള വേദനകളൊക്കെയാണ്. വയനാട്ടിലുള്ള ഒരാൾ എന്ന സ്ഥിതിക്ക് പുത്തുമലയിലടക്കം ഉയർന്ന പരാതികൾ താങ്കൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. അങ്ങനെ ഒന്നും ഇത്തവണ ഉണ്ടാവുകയില്ല, അങ്ങനെ ഒരു വേദനയും ഇത്തവണ ഉയരുകയില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ ഡിവൈഎഫ്ഐക്ക് കഴിയുമോ? തീർച്ചയായും നിലവിൽ ഏറ്റവും കൃത്യതയോടുകൂടി വളരെ ശാസ്ത്രീയമായിട്ടാണ് ഇതിന്റെ ദുരന്ത നിവാരണം മുതൽ പുനരധിവാസ പ്രക്രിയകളിലേക്ക് കടക്കുന്നത് ഉൾപ്പെടെ ഇപ്പൊ നമ്മുടെ നാട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ നിങ്ങൾ നേരത്തെ റിപ്പോർട്ട് സൂചിപ്പിച്ചതുപോലെ വളരെ കൃത്യമായ ഏകോപനത്തിലൂടെ ഇപ്പോ തെരച്ചിൽ ഉൾപ്പെടെയുള്ള നമ്മുടെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ നമ്മുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ആവശ്യമായ വീടുകൾ ഉൾപ്പെടെ താൽക്കാലികമായ കെട്ടിടങ്ങൾ ഉൾപ്പെടെ ഇതിനോടകം തന്നെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും വേഗത്തിൽ തന്നെ അത്തരം നടപടിക്രമങ്ങൾ ഈ നമ്മുടെ നാട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത, കേട്ടുകേൾവിയില്ലാത്ത ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് എല്ലാ സംവിധാനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് അതിന് നേതൃത്വപരമായ പങ്ക് വഹിച്ചുകൊണ്ട് നാടാകെ ഇപ്പോൾ ന്യൂസ് 18 ഉൾപ്പെടെയുള്ള മാധ്യമ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വളരെ സ്വാഗതാർഹമായ സമീപനം സ്വീകരിച്ച് നാട് ഒറ്റക്കെട്ടായി ഇതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ്. നേരത്തെയുള്ള പുനരധിവാസ ഇവിടെ സൂചിപ്പിച്ച ചില കുഴപ്പങ്ങൾ, ചില പോരായ്മകൾ, ഏറിയ പങ്കും അത്തരം പോരായ്മകളെല്ലാം പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ കവളപ്പാറ ഉൾപ്പെടെ എല്ലാ പുനരധിവാസവും പൂർത്തിയായിട്ടുണ്ട്. അപ്പോ അത്തരത്തിലുള്ള കുറവുകൾ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ചില കുറവുകൾ ഉണ്ടെങ്കിൽ അതുൾപ്പെടെ പരിഹരിച്ച്, ഒറ്റപ്പെട്ട കുറവുകൾ ഉൾപ്പെടെ പരിഹരിച്ചുകൊണ്ട്
വേഗത്തിൽ പുനരധിവാസ പ്രക്രിയകൾ പൂർത്തീകരിക്കുന്ന നിലയിലേക്കാണ് ഇതിനോടകം 11ാം ദിവസമായിട്ടേ ഉള്ളൂ. ആ ഘട്ടത്തിൽ തന്നെ അത്തരം പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ തന്നെ നടക്കുന്നുണ്ട് എന്നതാണ് നമ്മുടെ അനുഭവം. അതായത് ഷബീർ, ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുന്ന, ഡിവൈഎഫ്ഐ ഇപ്പൊ കവളപ്പാറയുടെ അവിടെ നിൽക്കട്ടെ, പുത്തുമലയിലെ വിഷയങ്ങളുണ്ട്, അത് നമുക്ക് മുന്നിലുണ്ട്, അത് ഡിവൈഎഫ്ഐയുടെ മുന്നിലുണ്ട്. അത്തരം പ്രശ്നങ്ങൾ കൂടെ പരിഹരിക്കുന്നത് ഈ വയനാട് റീബിൽഡിന്റെ ഭാഗമായിട്ട് നടക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള എല്ലാ പ്രയാസങ്ങളെയും മറികടക്കും വിധത്തിലാണ് ഈ ഘട്ടത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നമ്മുടെ ഗവൺമെന്റും നമ്മുടെ സംവിധാനങ്ങളും മുന്നോട്ട് പോകുന്നത് എന്നതിൽ ഒരു തർക്കവുമില്ല. നല്ല ഉറപ്പുണ്ട് അക്കാര്യത്തിൽ. യെസ്, ഞാൻ തിരികെ എത്താം. ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, ഷബീറ പറഞ്ഞ് നിർത്തിയെടുത്തുനിന്നാണ് തുടങ്ങുന്നത്. നമ്മൾ ഒരു തവണയല്ല നടത്തിയ ആ ചർച്ച നമ്മൾ പല ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് വയനാട് റീബിൽഡ് വയനാടിൻ്റെ ഭാഗമായിട്ട്. ഇപ്പോൾ ഇന്നത്തെ ഒരു ക്യാമ്പയിൻ പൂർണ്ണമാകുമ്പോഴും ഏത് തരത്തിലുള്ള സഹായമൊക്കെയാണ് ഒഴുകുന്നത് എന്നുള്ളതൊക്കെയുണ്ട്. പുനരധിവാസം കൃത്യമായി ഉറപ്പാക്കപ്പെടും എന്ന് പറയുകയാണ് ഡിവൈഎഫ്ഐ അടക്കം പറയുന്നത്. ഷംഷാദ് പോലും അങ്ങനെ ഒരു പ്രതീക്ഷ പ്രകടമാക്കുന്നുണ്ട്. ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു കൃത്യമായ ബ്ലൂ പ്രിന്റ് ഉണ്ട് എന്ന് താങ്കൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടോ? ആദ്യമേ തന്നെ 2016 നല്ല വരൾച്ച വന്നിരുന്നു കേരളത്തിൽ. അന്നും ഇതുപോലെ ന്യൂസ് 18 വലിയൊരു ക്യാമ്പയിൻ എടുത്തിരുന്നു, ഒണ്ടേ ക്യാമ്പയിൻ എടുത്തിരുന്നു. അന്ന് വൈകുന്നേരം ഞാൻ ചർച്ചയിൽ പങ്കെടുത്തിരുന്ന ഞാനായിരുന്നു എക്സ്പെർട്ട് എന്നുള്ള നിലയിൽ. ഡോക്ടർ തോമസ് ഐസക്, ഇന്നത്തെ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി, അങ്ങനെ തുടങ്ങിയ വ്യക്തിത്വങ്ങളും അതിനകത്ത് പങ്കെടുത്തിരുന്നു, ഞാനും പങ്കെടുത്തിരുന്നു. അതുപോലെ പ്രളയ സമയത്തും ഇതുപോലെ ജനങ്ങളോടൊപ്പം വലിയ ക്യാമ്പയിൻ നടത്തിയിരുന്നു. ഇപ്പോൾ 3ാമത്തെ പരിപാടിയാണ്. 3ലും ഞാനും പങ്കെടുത്തിരുന്നു. അപ്പോൾ തുടർച്ചയായി ഇത്തരത്തിൽ ജനങ്ങളോടൊപ്പം നിന്ന് ന്യൂസ് 18 പരിപാടികൾ പങ്കെടുക്കുന്നതിലും നടത്തുന്നതിലും അതിൽ എന്നെപ്പോലുള്ള ആളുകളെ പങ്കെടുപ്പിക്കുന്നത്, ഞങ്ങൾ സാങ്കേതികമായി പഠിച്ച ആളുകളെ പങ്കെടുപ്പിക്കുന്നതിലും വളരെ ഉള്ള സ്നേഹവും നന്ദിയും ആദ്യം അറിയിക്കുകയാണ്. രണ്ടാമതായി അവിടെ എനിക്ക് ഈ ചർച്ചയുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും അവിടുത്തെ ഡിവൈഎഫ്ഐയുടെ അവിടെയുള്ള ഞാൻ മനസ്സിലാക്കുന്ന വയനാടുള്ള വ്യക്തിയും കൂടെയാണ് ഇതിനകത്തിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എനിക്ക് ഇന്നൊരു ആശങ്കയുണ്ട്. ആശങ്ക എന്ന് പറയുന്നത്, നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞു, ന്യൂസ് 18 വഴി തന്നെ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ട്, പലരും പറഞ്ഞ കാര്യം. ടൗൺഷിപ്പ് ആദ്യമായി കേരളത്തിൽ ഒരു പല പൊതു ചാനലുകളിലൂടെ, ഞാൻ പല ചാനലിൽ വന്നിരുന്നു, ഞാനാണ് അങ്ങനെ ഒരു ആശയം വെക്കുന്നത്. അപ്പോൾ വയനാടുള്ള ആളുകൾ പലരും എന്നോടത് എതിർപ്പ് തന്നെ ചാനൽ വഴി പറഞ്ഞു. പക്ഷേ അതിപ്പോൾ ഒരു ഗവൺമെൻറ് പരിപാടിയായി. തീർച്ചയായും നമുക്കതിൻ്റെ ചാനലുകളിൽ അത് വേണമെന്നില്ല, ഗവൺമെൻറ്റിൻ്റെ തന്നെ പരിപാടിയായി വരട്ടെ. രണ്ടാമത്, എല്ലാവർക്കും കുറച്ച് ദിവസമെങ്കിലും എല്ലാ ദിവസവും ചെറിയ പൈസ കൊടുക്കണം, ധനസഹായം കൊടുക്കണമെന്ന് പറഞ്ഞു ഒരു ചർച്ച വന്നിരുന്നു. അപ്പോൾ ആദ്യം അങ്ങനെ ഇതുവരെ ഇല്ല, ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തതാണ്. സാധാരണ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും 1 ലക്ഷം 3 ലക്ഷം 2 ലക്ഷം അനൗൺസ് ചെയ്യുന്നതാണ് ഉള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം ഈ ദുരന്തത്തിൽ വ്യത്യസ്തമായൊരു സമീപനം ഗവൺമെൻറ് സ്വീകരിച്ചു. അത് ചാനലുകളിൽ വന്ന് ചർച്ചയുണ്ട്, ഗവൺമെൻറ്റിൻ്റെ തീരുമാനമുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനത്തൊക്കെ തന്നെയാണല്ലോ കാര്യങ്ങൾ വരുന്നത്. അതിനും ഗവൺമെൻറ്റിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് 3ാമത്തെ എൻ്റെ വിഷയം, റീഹാബിലിറ്റേഷൻ വരുമ്പോൾ അടിയന്തരമായൊരു സ്പെഷ്യൽ ഓഫീസറെ അവിടെ പോസ്റ്റ് ചെയ്യണം. കാരണം അവിടെ ഇപ്പോൾ 2 ആഴ്ച ആയിട്ടില്ല അവിടെ കളക്ടർ വന്നിട്ട്. ഈ ദുരന്തം നടക്കുന്നതിന് 1 ആഴ്ച മുമ്പാണ് പുതിയ കളക്ടർ അവിടെ വന്നിരിക്കുന്നത്. 2 ആഴ്ച പോലും ആയിട്ടില്ല. കളക്ടറെ സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് പരിപാടികളും കാര്യങ്ങളുമുണ്ട്. നാളെ കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 ആഴ്ച കൂടെ കഴിയുമ്പോൾ അവർ റൊട്ടീൻ പരിപാടികളിലേക്ക് പോകും. പിന്നെ ഉദ്യോഗസ്ഥരുടെ മീറ്റിങ്ങുകളും മറ്റു കാര്യങ്ങളായിട്ടായിരിക്കും ഇത് നീങ്ങുന്നത്. പരമ്പരാഗത പരിപാടിയിലാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നതെങ്കിൽ തീർച്ചയായും ഇതിൽ ഒരുപാട് പരാതികളും പ്രശ്നങ്ങളും വരും. ഡിവൈഎഫ്ഐയുടെ നേതാവോടെയുണ്ട്, എല്ലാ ആദരവോടെ പറയട്ടെ, താങ്കൾ പറഞ്ഞ പോലെ അല്ല വയനാട്ടിലെ കാര്യങ്ങൾ. ഞാനിതെല്ലാം കേരളത്തിൽ എവിടെയായാലും വർഷങ്ങളായി പഠിക്കുകയും എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. കവളപ്പാറയിലും പുനരധിവാസത്തിൽ അശാസ്ത്രീയമാണ്, പുത്തുമലയിൽ ചെയ്തതും അശാസ്ത്രീയമാണ്, പുട്ടുമടിയിൽ ചെയ്തതും അശാസ്ത്രീയമാണ്, സുനാമിയിൽ ചെയ്തതും അശാസ്ത്രീയമാണ്. അപ്പോൾ ഞാൻ എല്ലാ ഗവൺമെൻറ്റിനും പറയുകയാണ്, നമ്മുടെ സിസ്റ്റത്തെയാണ് പറയുന്നത്. വളരെ അശാസ്ത്രീയമായ കാര്യങ്ങൾ നമ്മൾ സമീപിക്കുന്നത്. 8 വീട് വെച്ച് ഹാരിസൻ്റെ എസ്റ്റേറ്റിൽ 8 വീട് വെച്ച് കൊടുത്തിട്ട് 450 രൂപയ്ക്ക് തേയില നുള്ളാൻ പോകുന്ന ഒരു സ്ത്രീ 30-60 രൂപയ്ക്ക് ദിവസം വാഹനത്തിൽ പോയി തിരിച്ചു വരുമ്പോൾ അവർക്ക് 300-350 രൂപ മാത്രമാണ് കയ്യിലുണ്ടാവുക, അല്ലെങ്കിൽ 360 പോയിട്ട് ബാക്കി രൂപ. ആളുകൾക്കത് അസൗകര്യമാണ്. പിന്നെ അതുപോലെ തന്നെ വീട് വെച്ച് കൊടുത്തതിൽ വേറൊരു സ്ഥലത്ത് 25 വീട് വെച്ച് കൊടുത്തതിൽ 10 വീട് ചോർന്നു പോയി. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഒരു റവന്യൂവിൻ്റെ ലാൻഡ് പഞ്ചായത്തിന് കിട്ടാൻ 1 വർഷമായിട്ടും കഴിയാത്ത സ്ഥലമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പുനരധിവാസത്തിൻ്റെ എൻ്റെ ആശങ്ക, അതിനൊരു മിഷൻ അടിയന്തരമായിട്ട് അവിടെ രൂപീകരിക്കണം. ശരിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഡിവൈഎഫ്ഐ ഒക്കെ ഗവൺമെൻറ്റിലേക്കും കൂടെ നിർദ്ദേശം കൊടുക്കണം. നല്ലൊരു മിഷൻ അവിടെ രൂപീകരിക്കണം. അവരായിരിക്കണം ഈ പ്രോജക്റ്റുകൾ ഡിസൈഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഫൈനലൈസ് ചെയ്യേണ്ടത്. ഡിസൈഡ് ചെയ്യുന്ന എല്ലാവരും കൂടെ ചെയ്തോട്ടെ, ഫൈനലൈസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സ്പെഷ്യൽ ഓഫീസറെ, ഏറ്റവും സീനിയറായിട്ടുള്ള നല്ലൊരു IAS കാരനെ സ്പെഷ്യൽ ഓഫീസറായിട്ട് ചുമതലപ്പെടുത്തണം. അതിനൊരു മിഷൻ ഓഫീസ്, പ്രത്യേകിച്ചൊരു മിഷൻ ഓഫീസ് ജില്ലയിൽ പ്രവർത്തിക്കണം. അതൊരു റൗണ്ട് ദ ക്ലോക്ക് ഓഫീസായിരിക്കണം, 24 അവേഴ്സും പ്രവർത്തിക്കുന്ന ഓഫീസായിരിക്കണം. IT റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഓഫീസായിരിക്കണം. ആ ഓഫീസിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസും ചീഫ് സെക്രട്ടറി ഓഫീസും റവന്യൂ മന്ത്രിയുടെ ഓഫീസും ഇതിൻ്റെ പ്രധാനപ്പെട്ട വകുപ്പ് മന്ത്രിമാരുടെ ഓഫീസും സെക്രട്ടറിമാരുടെ ഓഫീസുമായി തിരുവനന്തപുരത്ത് ഡാഷ്ബോർഡ് വഴി അത് കണക്ട് ചെയ്യണം. ആ ഒരു മോണിറ്ററിംഗ് സംസ്ഥാനത്ത് ഉണ്ടാവണം.
അങ്ങനെ കാര്യങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെ 2004 മുതൽ 20 വർഷത്തെ ദുരന്ത നിവാരണ റീഹാബിലിറ്റേഷൻ്റെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അത് റോഡിനെടുക്കുന്ന സ്ഥലമെടുത്തതായാലും വിഴിഞ്ഞം പദ്ധതി ആയാലും ദുരന്തങ്ങളായാലും പ്രളയമായാലും എല്ലാറ്റിലും ജനങ്ങൾക്ക് കണ്ണുനീരുണ്ട്. സ്ത്രീകളുടെ കണ്ണുനീർ നമ്മൾ ഒരുപാട് കണ്ടതാണ്. ഈ പരിപാടി നടക്കുമ്പോൾ ഈ കാലഘട്ടത്തിലും ഈ സമയത്തും ചില സ്ത്രീകളൊക്കെ വന്ന് കരഞ്ഞ് പല ചാനലുകളിലും പറഞ്ഞതാണ്. അതുകൊണ്ട് ഇനി കുട്ടികളുടെയും സ്ത്രീകളുടെയും പുരുഷന്മാരുടെ ആരുടെയും കണ്ണുനീര് വീഴാതെ ഇതിൽ അഴിമതിയില്ലാതെ, അഴിമതി പോലെ പ്രധാനമാണ് ഡിലേ ഒരു വലിയ പ്രശ്നമാണ്. നമുക്കൊരു റൈറ്റ് അല്ലെങ്കിൽ ഒരു അവകാശം ജനങ്ങൾക്ക് കിട്ടുമ്പോൾ ജനാധിപത്യത്തിൽ ഡിലേ ആണ് ഏറ്റവും വലിയ നീതി നിഷേധം. അപ്പം ഡിലേ ഉണ്ടാകാൻ പാടില്ല, കറപ്ഷൻ നടക്കാൻ പാടില്ല, അർഹമായ എല്ലാവർക്കും കിട്ടണം. അതിന് ടൗൺഷിപ്പ് മറ്റെന്തോന്ന് വെച്ചാൽ ആലോചിക്കുക. പിന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതിനോട് എനിക്കൊരു ചെറിയ അഭിപ്രായ വ്യത്യാസമുള്ളത്, മേപ്പാടിയിലെ ജനങ്ങൾ സ്വാഭാവികം മേപ്പാടി തന്നെ താമസിക്കണമെന്ന് ചിലപ്പോൾ നിർബന്ധം പിടിക്കും. പക്ഷേ നിങ്ങൾ അത് കൗൺസിലിങ്ങിലൂടെയും നിരന്തരമായ ചർച്ചകളിലൂടെയും മേപ്പാടിയിലെ സുരക്ഷിതമായ സ്ഥലങ്ങൾ കുറവാണെങ്കിൽ തൊട്ടടുത്ത പഞ്ചായത്തുകളിലോ തൊട്ടടുത്ത സ്ഥലങ്ങളിലോ മാറ്റിപ്പാർപ്പിക്കുന്നതിനെക്കുറിച്ച് കൂടി നിങ്ങൾ ചിന്തിക്കണം. അവിടെ ധാരാളം എസ്റ്റേറ്റുകൾ അതുപോലെ വ്യക്തികളിലൊക്കെ ഒരുപാട് വസ്തു ഇരിപ്പുണ്ട്. ഞാൻ ആളുകളുടെ പേരൊന്നും പറയുന്നില്ല. അത് തീർച്ചയായും ഗവൺമെൻറ് അത് തിരിച്ചെടുക്കുകയോ അല്ലെങ്കിൽ നാമമാത്രമായ തുക കൊടുത്ത് വാങ്ങുകയോ ഒക്കെ ചെയ്തുകൊണ്ട് തീർച്ചയായും സ്ഥലം കണ്ടെത്തുക തന്നെ വേണം. പക്ഷേ സുരക്ഷിതമായ സ്ഥലം തന്നെ തീർച്ചയായും കണ്ടെത്തണം. ഓക്കെ, ശംഷാദ് മരക്കാർ പറഞ്ഞ അവസാനിപ്പിച്ചൊരു കാര്യമുണ്ട്. ഒരുപാട് കണ്ടെത്താനുള്ള അല്ലെങ്കിൽ തിരിച്ചെടുക്കാനുള്ള ഭൂമി അവിടെയുണ്ട് എന്നുള്ള കണക്കുകൾ ഇതാദ്യമായിട്ടല്ല ചർച്ചകൾ ഉയരുന്നത്. ഈ താങ്കൾ തന്നെ പങ്കെടുത്ത നമ്മൾ 2-3 ദിവസം മുമ്പ് ഉയർന്ന ചർച്ചയിൽ പോലും ഈ വിഷയങ്ങളൊക്കെ വയനാട്ടിൽ നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തകർ പറഞ്ഞതാണ്. അത്തരം ചില വിഷയങ്ങളൊക്കെ അതൊക്കെ നമുക്ക് ഇനിയുള്ള സമയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാറായിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ. കാരണം ഈ പറഞ്ഞ പോലെ രക്ഷാപ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഈ ഐക്യത്തിനൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള ചില ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട അത്തരം ചില കാര്യങ്ങളുടെ ശ്രദ്ധ കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിർദ്ദേശങ്ങളായി ഉയരാത്തത്? തീർച്ചയായും ഞാൻ പറഞ്ഞത് നമ്മൾ ഐക്യം എന്ന് പറയുന്നതിനൊരു കുഴപ്പമില്ല. നമ്മൾ ഐക്യത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായുള്ള ഒരു റീഹാബിലിറ്റേഷൻ തന്നെയാണ് നമുക്ക് വേണ്ടത്. പക്ഷെ അതിൽ അഭിപ്രായം പറയുക എന്ന് പറയുന്നത് കൊണ്ട് ഒരിക്കലും അതൊരു രാഷ്ട്രീയമായ അഭിപ്രായമോ അല്ലെങ്കിൽ അതൊരു മോശം അഭിപ്രായമോ അല്ല. ഞാനിപ്പോഴും പറയുന്നു, നമ്മൾ പുത്തുമല എന്ന് പറഞ്ഞപ്പോൾ സുഭാഷ് നേരത്തെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. ഈ പുത്തുമല റീഹാബിലിറ്റേഷൻ നമുക്ക് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പരാജയങ്ങൾ ഈ മുണ്ടക്കൈ ദുരന്തത്തിലെ റീഹാബിലിറ്റേഷൻ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ കൂടെ നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ അതിനെ വിജയിച്ച ഒരു റീഹാബിലിറ്റേഷൻ മാതൃകയാണ് എന്നല്ല എൻ്റെ വാദം. ഒരിക്കലും അത് വിജയിച്ച മാതൃകയാണെന്ന് ഞാൻ പറയില്ല. ഇനി വിജയിച്ച മാതൃകയാണെന്നല്ല, അവിടെ വന്ന തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിവിടെ തിരുത്താനുള്ള ഒരു അവസരമായി ഇതിനെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഭൂമിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഭൂമി സംബന്ധമായ കേസുകളുണ്ട്. എസ്റ്റേറ്റുകളുമായി ബന്ധപ്പെട്ട ഹാരിസൺ മലയാളത്തിൻ്റെ ഭൂമിയിലാണ് ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. കാരണം അവരുടെ തോട്ടത്തിലാണ്. ആ ഭൂമിയുമായി ബന്ധപ്പെട്ട കേസും ഒക്കെ എല്ലാവർക്കും അറിയാം. അപ്പം ലാൻഡ് അങ്ങനെയാണ്. അപ്പോൾ അത് കേസിൽ പോയി കഴിഞ്ഞ് അത് ഏറ്റെടുക്കുമ്പോൾ നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ ആളുകളുടെ റീഹാബിലിറ്റേഷന് സമയം വല്ലാതെ വൈകും. അപ്പോൾ അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ഞാനും കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞതാണ്, ഒരു സമയബന്ധിതമായിരിക്കണം ഇതിന്റെ റീഹാബിലിറ്റേഷൻ പ്രോസസ്സ്. 2019 മുതൽ 24 വരെ എന്ന് പറയുന്നതാണ് പുത്തുമലയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ആ ഡ്യൂറേഷൻ ഒരു ശരിയായ സമയപരിധിയല്ല. നമ്മൾ 1 വർഷം, അത് ബഹുമാനപ്പെട്ട മന്ത്രിമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതൊരു വർഷം കൊണ്ട് പൂർത്തീകരിക്കണമെന്ന്. പക്ഷെ നമ്മളിവിടെ പറയേണ്ട ഒരു കാര്യം, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു മേപ്പാടിയിൽ അവർ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ശരിയാണ്. അദ്ദേഹം പറഞ്ഞതാണ് അതിന്റെ കൃത്യമായ കാരണം. അവർക്ക് അവിടെ സ്ഥലം ഇല്ലെങ്കിൽ അവരെ നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് മാറ്റണം. അതിൽ നമ്മളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അതിജീവിച്ചവരോടാണ്. നമ്മളുടെ കൺസേൺ എന്ന് പറയുന്നത് അതിജീവിച്ചവരോടുള്ള ചർച്ചയാണ്. പക്ഷേ നമ്മൾ പുത്തുമലയിൽ വീടിന്റെ ഡിസൈനുമായി ബന്ധപ്പെട്ടൊക്കെ ആ കൺസേൺ എടുത്തില്ല. അതൊരു പ്യുവർലി ഒരു ബ്യൂറോക്രസിയുടെ ഭാഗമായി ഉണ്ടായ ഒരു നടപടികളായി വന്നതുകൊണ്ടാണ് അവിടെ ആളുകൾ അതിനോട് കൺവിൻസ്ഡ് ആവാത്തത്. പക്ഷെ അന്ന് അത് വലിയ പ്രശ്നമില്ലാതെ നമ്മൾ അതിജീവിച്ചു. കാരണം അവർക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ആ വീട്ടിലേക്ക് മാറി. പക്ഷെ ഇപ്പം നമുക്ക് മുണ്ടക്കൈയെക്കുറിച്ച് പറയുമ്പോൾ ആളുകളുടെ വിരൽ ചൂണ്ടപ്പെടുന്നത് പുത്തുമലയിലേക്ക് ആവുന്നത് അത് പ്രോപ്പർ അല്ലാത്തതുകൊണ്ട്. അപ്പോൾ ആളുകളുമായി സംസാരിച്ച് നല്ല രീതിയിലുള്ള ഒരു പാക്കേജ്, അത് വീട് കൊടുക്കുക, സ്ഥലം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ സർക്കാരിന് മുമ്പിൽ വെച്ച ആവശ്യങ്ങൾ വീട് കൊടുക്കണം, സ്ഥലം കൊടുക്കണം, അവരുടെ സാമ്പത്തികമായി അവർക്കുണ്ടായ മുഴുവൻ ബാധ്യതകളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യണം, അതിൽ എന്ത്ര ബാധ്യതകൾ സർക്കാരിന് ഏറ്റെടുക്കാൻ പറ്റുമെന്നതിനെക്കുറിച്ച് ആലോചിക്കണം. അതിനപ്പുറം ഒരു കുടുംബത്തിന് തിരിച്ച് ജീവിതത്തിലേക്ക് വരാനുള്ള ഒരു മൈക്രോ പ്ലാൻ ഒരു കുടുംബത്തിന് ഉണ്ടാക്കണം.
അവർക്ക് പലിശരഹിത വായ്പകൾ കൊടുത്ത് അവർക്ക് ജീവിതം റീസ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ സംവിധാനം. അങ്ങനെ ഓട്ടോറിക്ഷ ഓടിച്ചവന്റെ ഓട്ടോറിക്ഷ നഷ്ടപ്പെട്ടു, ജീപ്പ് ജീവിച്ചവന്റെ ജീപ്പ് നഷ്ടപ്പെട്ടു, ചായക്കട നഷ്ടപ്പെട്ടു, മില്ല് നഷ്ടപ്പെട്ടു, ബേക്കറി നഷ്ടപ്പെട്ടു. അവർക്ക് 10 സെന്റ് സ്ഥലവും ഒരു വീടും കൊടുത്താൽ ഒരിക്കലും ഈ റീഹാബിലിറ്റേഷൻ പൂർത്തിയായില്ല. കാരണം അവരുടെ ബാധ്യതയായി നിൽക്കുകയും അവരുടെ വരുമാനം ഇല്ലാതിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാനുള്ള പാക്കേജ് നമ്മളോടൊപ്പം ഉണ്ടാവണം, അവരുടെ ബാധ്യത ഏറ്റെടുക്കാനുള്ള സംവിധാനവും നമുക്കുണ്ട്. അങ്ങനെ ഒരു ടോട്ടൽ പാക്കേജ്, അത് നല്ല ചർച്ച നടക്കണം. ആ ചർച്ചയുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇവർ തന്നെയാണ്. മുണ്ടക്കയിലും ചൂരൽമലയും ജീവിതത്തോട് ഇപ്പോൾ പടപൊരുതി ക്യാമ്പിൽ നിൽക്കുന്ന ആളുകളെ കൺസേൺ എടുക്കണം. പിന്നെ അപർണ ശ്രദ്ധിച്ചവരായിരുന്നു, നമ്മൾ ഈ പറയുന്ന ഡിസൈൻ വീടുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ആ വീടുകൾ മുഴുവൻ ഒരാൾ വരയ്ക്കുന്ന ഒരു ചിത്രത്തിന്റെ രൂപത്തിലാണ് ആ വീടുകൾ ഉണ്ടാവുക. ആ വീട്ടിൽ താമസിക്കുന്ന അംഗങ്ങളുടെ എണ്ണം പോലും നമ്മൾ കൺസിഡർ ചെയ്യാറില്ല എന്നുള്ളതാണ്. അപ്പോൾ 5 അംഗങ്ങളുള്ളൊരു വീടും 4 അംഗങ്ങളുള്ള വീടും 2 അംഗങ്ങളുള്ള വീടും ഒരേപോലെയാണ്. അപ്പം നമ്മൾ ഈ കാലത്ത് ജീവിക്കും 5 അംഗങ്ങളുള്ളൊരു വീട് ഒരു സാമാന്യ വലുപ്പത്തിലെടുക്കും. പക്ഷെ ഒരു റീഹാബിലിറ്റേഷന്റെ ഭാഗമായി നമ്മൾ നിർമ്മിക്കുന്ന വീടിന് ആ കൺസിഡറേഷൻ കിട്ടാറില്ല. പക്ഷെ അത് ഈ മുണ്ടക്കൈയിൽ അത് കിട്ടണം എന്നുള്ളതാണ് നമ്മൾ സർക്കാരിന് മുമ്പിൽ ആവശ്യപ്പെട്ടത്. അതിൽ നിന്ന് അതിജീവിച്ചവരുടെ കൂടെ അഭിപ്രായത്തിൽ കസ്റ്റമൈസ്ഡ് ഭവനങ്ങൾ നിർമ്മിക്കുന്ന ഒരു പ്രൊജക്റ്റായി ഈ പ്രൊജക്റ്റിനെ മാറ്റണം. കാരണം എന്നാലേ അവർക്കത് ഗുണം ചെയ്യുള്ളൂ. ഇപ്പോൾ പുത്തുമലയിൽ നമുക്കത് ചെയ്യാൻ പറ്റിയില്ല. അതാണ് പറഞ്ഞത്, പുത്തുമലയിൽ ചെയ്യാൻ പറ്റാത്തത്, തെറ്റിപ്പോയതൊക്കെ തിരുത്താനുള്ള ഒരു റീഹാബിലിറ്റേഷൻ പ്രോസസ്സായി മുണ്ടക്കൈയെ മാറ്റണം എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകണം. ലാൻഡുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ ടൗൺഷിപ്പ് നല്ല ആശയം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും സ്ഥലം ഒരുമിച്ച് നമുക്ക് അവൈലബിൾ ആക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ ഭൂമികൾ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടും മറ്റുമായി ബന്ധപ്പെട്ടും ചർച്ച നടത്തേണ്ടി വരും. അല്ലെങ്കിൽ സർക്കാരുമായി കേസുള്ള ഭൂമി എന്ന് പറയുന്നത് കുറേ ഭൂമിയുണ്ട്. പക്ഷെ അതൊന്നും പെട്ടെന്ന് നമുക്ക് ആ കേസ് നിന്നും ഒഴിവായി പോകാനൊരു സാധ്യതയില്ല. ഇനി ആ പ്രദേശത്ത് 2 or 3 കമ്മ്യൂണിറ്റി ആയിട്ട് ചെയ്യുകയാണെങ്കിലും ഒരു ടൗൺഷിപ്പ് പോലെ തന്നെ നമുക്ക് ചെയ്യാം. സ്കൂളുകളും ആശുപത്രിയും പൊതു ഇടവും ഒക്കെയുള്ള ഒരു, പക്ഷേ DPR നമ്മൾ എന്താണോ പറയുന്നത് അത് പൂർത്തീകരിക്കപ്പെടണം. അത് കേവലം DPR മാത്രം കാണുകയും വീടും 10 സെന്റ് സ്ഥലമോ അല്ലെങ്കിൽ 7 സെന്റ് സ്ഥലത്തോ അവസാനിക്കപ്പെടുന്ന ഒരു റീഹാബിലിറ്റേഷൻ ഒരു പ്രോസസ്സായി ഇതൊരിക്കലും മാറ്റരുത് എന്നുള്ളതാണ് നമ്മൾ എല്ലാവരുടെയും മുമ്പിൽ വെക്കുന്ന ഒരു നിർദ്ദേശം. യെസ്, തീർച്ചയായും. ഷബീർ, പുത്തകൊലയിൽ താമസിപ്പിച്ചിരിക്കുന്ന പുത്തുമലക്കാര് അവര് സ്ഥിരമായിട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ അവർ വിളിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടെ ചോദിച്ചു, അവർ പലതവണ ഷോയിൽ വന്ന് സംസാരിച്ചതാണ്, വയനാടിന്റെ വിഷയം വരുമ്പോഴെങ്കിലും തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നുള്ളൊരു തോന്നലൊക്കെ അവർക്കുണ്ട്. ആ വിഷയമാണ് പലരും, സുഭാഷ് ചന്ദ്രബോസ് സാർക്ക് ഇരിക്കുന്ന ഷംഷാദും ഉള്ള ചർച്ചയിലൊക്കെ അവർ വന്ന് പറഞ്ഞതാണ്. അപ്പോഴും ഞാൻ ഉറ്റുനോക്കുന്നത് ഈ പറഞ്ഞ പോലെ ഒരു കസ്റ്റമൈസ്ഡ് പാക്കേജിങ്, 6 അംഗങ്ങളുള്ള കുടുംബത്തിനും 2 അംഗങ്ങളുള്ള കുടുംബത്തിനും ഒരേപോലെ ഒരേ അച്ചിൽ വാർത്ത വീടുകളടക്കം കൊടുക്കുന്നതിന് വ്യത്യാസപ്പെട്ട ഒരു കസ്റ്റമൈസ്ഡ് പാക്കേജിങ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ദുരന്ത ബാധിതർ തന്നെ ഉൾപ്പെടുന്ന ഒരു സമിതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു നിർമ്മാണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അടിയന്തരമായി ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല, പ്രതീക്ഷ മാത്രമാണ്. DYFI അത്തരം കാര്യങ്ങളിലൂടെ ഒരു സജീവമായിട്ട് നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. ഇതിനകത്ത് ഒരു കാര്യം തുടക്കത്തിൽ സൂചിപ്പിക്കാം. ഞാൻ വയനാട് ജില്ലാ പ്രസിഡന്റ് അല്ല, മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു DYFIയുടെ. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ കാലങ്ങളിലെ നമ്മുടെ അനുഭവം, അതിൽ ഇതൊക്കെ പല സ്ഥലങ്ങളിലും പുതിയ അനുഭവമാണ്. അത്തരം പുനരധിവാസ പാക്കേജുകളിൽ ഏതെങ്കിലും തലങ്ങളിലെ കുറവുകൾ ഒറ്റപ്പെട്ടുണ്ടാവാം. അത്തരം പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായി പരിഹരിച്ചു തന്നെയാണ് ഗവൺമെന്റ്, നമ്മുടെ സംവിധാനം ഒറ്റക്കെട്ടായി ഈ പറയുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളുമായി ഇതിനോടകം തന്നെ മുന്നോട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ച കസ്റ്റമൈസ്ഡ് സംവിധാനങ്ങൾ ഉൾപ്പെടെ വീടുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അതിന്റെ പ്ലാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം വ്യക്തത വരാൻ ഇനിയും കുറച്ചുകൂടെ നമുക്ക് കാത്തിരിക്കണം. ഇപ്പൊ തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത് സംബന്ധമായ ടൗൺഷിപ്പ് മോഡൽ, അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റു സൗകര്യങ്ങളെ സംബന്ധിച്ച്, അതോടൊപ്പം തന്നെ വീടുകളിലെ അംഗസംഖ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണക്കിലെടുത്ത് ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത വരും ദിവസങ്ങളിൽ അടിയന്തരമായി വരും. ഇപ്പൊ നേരത്തെ കവളപ്പാറയുമായി ബന്ധപ്പെട്ട്, കവളപ്പാറ ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിന്റെ അതേ അർത്ഥത്തിൽ ഇതിനെ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഞാൻ മലപ്പുറം ജില്ലയാണ് എന്റെ നേരിട്ട അനുഭവം ഉള്ളത് കൊണ്ട് പറയാണ്, കവളപ്പാറയിലെല്ലാം വളരെ ശാസ്ത്രീയമായിട്ട് നമുക്ക് അതിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 112 കുടുംബങ്ങൾ നമുക്ക് അവിടെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിലാകെ 37 കുടുംബങ്ങൾക്കാണ് വീട് നഷ്ടപ്പെട്ടിട്ടുള്ളൂ.
മറ്റെല്ലാം ഭാഗികമായും അതോടൊപ്പം തന്നെ ജോഗ്രഫിക്കലി ആ പ്രദേശത്ത് ഇനി താമസിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും കണക്കിലെടുത്തിട്ട് ഗവൺമെന്റ് ഈ നിലയിലുള്ള ഒരു പുനരധിവാസ പാക്കേജാണ് അവിടെ എല്ലാം പൂർത്തിയായിട്ടുള്ളത്. അതിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ചില കേസുകൾ ഈ അത് അത്ര ഒറ്റപ്പെട്ടതല്ല ഷബീർ, അതെല്ലാം അത്ര ഒറ്റപ്പെട്ടതല്ല. ആ ഒരു വാക്കിന് ചില പ്രശ്നങ്ങളുണ്ട്, അത് അത്ര ഒറ്റപ്പെട്ടതല്ല. കാരണം വർഷങ്ങളായിട്ട് ചില പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചിട്ടില്ല. അത് ഒറ്റപ്പെട്ടതാണെന്ന് നിങ്ങൾ പറയുന്നിടത്ത പ്രശ്നം ആ തെറ്റ് തിരുത്താൻ അവിടെ ഒരു മടി കാണിക്കുന്നു എന്നുള്ളതാണ്. അതുകൂടെ നമുക്ക് തിരുത്തിപ്പോണം. അത് ഒറ്റപ്പെട്ടതെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. തീർച്ചയായും ഒറ്റപ്പെട്ടത് എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്താൻ ഒരു മടിയും നമ്മുടെ സംവിധാനത്തിനില്ല. ഇതിനോടകം തന്നെ എല്ലാ വിഭാഗം ആളുകളെയും ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടാകെ ഒറ്റക്കെട്ടായിട്ടാണ് ഇതിനെല്ലാം അഭിമുഖീകരിച്ചിട്ടുള്ളത്. പ്രതിപക്ഷം ഉൾപ്പെടെ ഇത്തരം വിഷയങ്ങളിൽ നല്ല നിലപാട് സ്വീകരിച്ച് എല്ലാവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘങ്ങളും എല്ലാം ഒറ്റക്കെട്ടായാണ് ഇതിനെ നമ്മൾ നേരിട്ടിട്ടുള്ളത്. ഇവിടെ ആരുടെയെങ്കിലും അഭിപ്രായം സ്വീകരിക്കില്ല എന്നുള്ള ഒരു വാശിയും നമ്മളെ സംബന്ധിച്ച് ഗവൺമെന്റിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഈ സംവിധാനങ്ങളെ സംബന്ധിച്ചോ അതല്ല ഷബീർ, വിഷയം അതല്ല. ഇങ്ങനെ പുനരധിവസിക്കപ്പെടുക, അത് കഴിഞ്ഞ് ഈ രീതിയിലുള്ള പരാതികൾ വരുമ്പോൾ ഈ പരാതികളായി മാത്രം അവശേഷിക്കുക, അല്ലെങ്കിലേ മാനസികമായിട്ട് തളർന്ന രീതിയിൽ പരിപൂർണമായിട്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലൊക്കെ നിൽക്കുന്നവരാണ്. എവിടേക്കാണ് പോകേണ്ടത്, ഞങ്ങൾ ഇനി ആരോടാണ് പറയുക, ഞങ്ങൾക്ക് കിട്ടിയ വാഗ്ദാനങ്ങൾ എന്തൊക്കെയായി എന്ന് തോന്നുന്നിടത്ത് വല്ലാതെ അവർ ചെറുതായി പോകുന്ന ഒരു സമയമുണ്ട്. ആരൊക്കെയോ അവരെ ചതിച്ചു, വഞ്ചിച്ചു, അല്ലെങ്കിൽ ഇതായിരുന്നില്ലല്ലോ ഞങ്ങൾക്ക് കിട്ടിയ വാഗ്ദാനം എന്നൊക്കെ അവർക്ക് തോന്നുന്ന ഒരു സാഹചര്യമുണ്ട്. പുത്തകൊല്ലിയിൽ താമസിക്കുന്നവർക്ക് ആ ഒരു വികാരത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അറിയാവുന്നവരാണ് മുണ്ടക്കയിലും ചൂരൽമലയിലും ഉള്ളവർ. അതുകൊണ്ടാണ് അവരും അവരുടെ മനസ്സിലും ആ ഒരു ഇൻസെക്യൂരിറ്റി അങ്ങനെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ ആദ്യം പരിഹരിക്കേണ്ടത് ആ ഇൻസെക്യൂരിറ്റി അല്ലേ എന്നതാണ് ചോദ്യം. അത്തരം ഒരു ഇൻസെക്യൂരിറ്റിയുടെയും ഒരു പ്രശ്നവും ഇവിടെ ഉദിക്കുന്നില്ല. എല്ലാവിധ പ്രയാസങ്ങളെയും അവർ അനുഭവിക്കുന്ന എല്ലാവിധ മാനസിക സംഘർഷങ്ങളെയും അവരുടെ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള ആശങ്കകളെയും എല്ലാം വളരെ കൃത്യതയോടുകൂടി അഭിസംബോധന ചെയ്തിട്ടായിരിക്കും ഈ പറയുന്ന പുനരധിവാസ ശ്രീ സുഭാഷ് ചന്ദ്രബോസ് ഇവിടെ ഞാൻ തിരികെ ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, അതായത് ഇനിയും അത് പരിഹരിക്കാൻ സമയമുണ്ടല്ലോ, അത് കൂടി ഉൾപ്പെടുത്തി. അത്തരം പരാമർശങ്ങളൊക്കെ മന്ത്രിതലങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഈ പുത്തകൊല്ലി അടക്കമുള്ള സംഭവങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് പോവുക എന്നുള്ളൊരു വിഷയം അതിനകത്ത് പറയുന്നുണ്ട്. അതായത് തെറ്റുകൾ സംഭവിക്കുമ്പോൾ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകുന്നതാണല്ലോ അതിന് മാതൃക. ശ്രീ ഷബീർ, ഞാനൊരു 24 വയസ്സ് മുതൽ സർക്കാർ സർവീസിൽ ജോലി ചെയ്യുകയും വളരെ ഉന്നതമായ സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുകയും ചെയ്തിട്ട് VRS എടുത്തിട്ടുള്ള ആളാണ്. ഷബീറിനോട് എനിക്ക് വളരെ സ്നേഹബുദ്ധിയാണ് പറയാനുള്ളത്. DYFI ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്, ഭരണവുമായി ബന്ധപ്പെട്ട പാർട്ടി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ നാളെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ എല്ലാവരും ചുരമിറങ്ങും. ഇംപ്ലിമെൻറ്റേഷനിലും റീഹാബിലിറ്റേഷൻ്റെ പദ്ധതി നടത്തിപ്പിലും നിങ്ങൾക്കോ എനിക്കോ നാട്ടിലുള്ള വേറെ ആർക്കും ഒരു റോളും കാണില്ല. റോളുള്ളത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ ഉദ്യോഗസ്ഥർ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചില ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടെങ്കിൽ അവരുടെ ഉദ്യോഗസ്ഥർ, അങ്ങനെ കുറേ ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് അതിലത്തെ പങ്കാളിത്തം ഉണ്ടാവുക. നമ്മുടെ നിലവിലെ സിസ്റ്റം വച്ചുകൊണ്ടാണ് ഇത് ചെയ്യാൻ പോകുന്നതെങ്കിൽ ശ്രീ ഷബീർ, ഞാൻ കരുനാക്ക കൊണ്ട് പറഞ്ഞെന്നോ മോശമായി പറഞ്ഞെന്നോ ഒന്നും എന്നെ പറയരുത്. നിങ്ങൾ എഴുതി വെച്ചോളൂ ഒരു ഡയറിയിൽ. നമുക്ക് പിന്നെ ദുരന്തമുണ്ടായി ചർച്ച ചെയ്യേണ്ട, അങ്ങനെ ആഗ്രഹിക്കുന്നില്ല ഞാൻ. പക്ഷെ നമുക്കത് വ്യക്തിപരമായിട്ടെങ്കിലും ചർച്ച ചെയ്യേണ്ടി വരും. കാരണം നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഒരുപാട് ലാക്കണമുണ്ട്, അഴിമതി ഉണ്ട്. ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കോൺട്രാക്ടർമാരുടെ അഴിമതിയുണ്ട്, ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതിയുണ്ട്, ബില്ല് പാസ്സാക്കുന്നതിൽ അഴിമതിയുണ്ട്, എല്ലാ കാര്യത്തിലും അഴിമതിയുണ്ട്. ഉള്ള ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൽ സാമ്പത്തിക താല്പര്യം വരും, രാഷ്ട്രീയ താല്പര്യം വരും, സാമുദായിക താല്പര്യം വരും, സമ്മർദ്ദം വരും, പഞ്ചായത്തുകളുടെ താല്പര്യം വരും, എല്ലാം വരും. ഇതൊന്നും ഇല്ലാതൊരു ഡെമോക്രസിയിലില്ല. ഇതെല്ലാം വരുമ്പോൾ ഇതിലെല്ലാം അഫക്റ്റ് ചെയ്യുന്നത് സാധാരണ ജനങ്ങളെ ആയിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയട്ടെ, ഒരു മിഷനോ അതിനൊരു സ്പെഷ്യൽ ഓഫീസറോ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ പുത്തുമലയിലെ ആളുകൾക്ക് പരാതി പറയാനെങ്കിലും ഒരു ഇടമുണ്ട്. അവർക്ക് വില്ലേജ് ഓഫീസിൽ പോകുമ്പോൾ കിട്ടുന്നില്ല പരാതി പറഞ്ഞിട്ടും, പഞ്ചായത്ത് പോകുമ്പോഴും കിട്ടുന്നില്ല, പലരും നിസ്സഹായരാണ്, പലരും സഹായിക്കുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് അവർ ചാനലിൽ വന്ന് പറയേണ്ടി വരുന്നത്. അവരുടെ ദുഃഖമാണ് അവർ പറയുന്നത്, ഞങ്ങളെ പറ്റിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾക്കിത് കിട്ടിയില്ല, ഇതുകൂടി തരാമെന്ന് പറഞ്ഞു, അത് കിട്ടിയിട്ടില്ല. ഒരു കാര്യം താങ്കളും ഞാനുമൊക്കെ മനസ്സിലാക്കുക, ഇന്ന് പുത്തുമലയിൽ, ഇന്നവിടെ മുണ്ടക്കയിൽ ഇന്ന് തന്നെയാണ് ഒരു പുരുഷൻ, ഒരു ആണാൾ
സ്വന്തം ഭാര്യയെ തിരക്കി ഇങ്ങനെ അവിടെ എല്ലാം നടക്കുകയാണ്. എനിക്കത് കണ്ടപ്പോൾ സങ്കടം തോന്നി. ശരിക്കും അദ്ദേഹം അത് ചെയ്യാൻ പാടില്ല, അദ്ദേഹത്തിന് അത് ചെയ്യിക്കാൻ പാടില്ലായിരുന്നു. അത് കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത്, അദ്ദേഹം ചിലപ്പോൾ ഭാര്യയെ കാണാതെ തിരക്കണമല്ലോ. അത് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അവിടെ ചില ഓൺലൈൻ മീഡിയാസൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് വീഡിയോ, അതുവരെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ നിസ്സഹായത മുഖം കണ്ടാൽ, ബോഡി ലാംഗ്വേജ് കണ്ടാൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആരോ പോലെ നമുക്ക് തോന്നും. അത്ര വൈകാരികമായൊരു സംവിധാനമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി പറയുന്നു, ഇതൊരു സർക്കാർ സംവിധാനത്തിൽ സർക്കാർ തന്നെയാണ് മുന്നിൽ നിൽക്കേണ്ടത്, സർക്കാരിന് തന്നെയാണ് ഇതിൻ്റെ എല്ലാ കോർഡിനേഷനും വരേണ്ടത്. പക്ഷേ പബ്ലിക്ക് എന്ന് പറയുമ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അതിൽ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിന് ഭരണം മാത്രമേ തരാൻ ഉണ്ടാവുള്ളൂ. അവരെല്ലാം ഇംപ്ലിമെൻറ്റേഷനിൽ നേരിട്ട് വരാൻ സാധ്യതയില്ല. കാരണം അവർക്ക് സംവിധാനം അങ്ങനെ ഇല്ലല്ലോ. സംസ്ഥാന ഗവൺമെൻറ്റാണ് സംവിധാനം, അങ്ങനെ തന്നെ വേണം ഫെഡറൽ സിസ്റ്റത്തിൽ. അതിൽ പിന്നെ പഞ്ചായത്ത്, മൂന്നാമതൊരു പിയും കൂടി നിങ്ങൾ ഉൾപ്പെടുത്തണം. പ്രൈവറ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മുതലാളിമാരൊന്നുമല്ല, ഒരുപാട് സന്നദ്ധ സംഘടനകളും നിങ്ങളെപ്പോലെയുള്ള സാമൂഹ്യ സംഘടനകളും അതുപോലെ തന്നെ പണം തന്നിരിക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഒരു PPP 3Pയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. പ്രൈവറ്റ്, പഞ്ചായത്ത്, പബ്ലിക്, ഇങ്ങനെ 3Pയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. ഞാനൊരു നിർദ്ദേശം വെച്ചു എന്നുള്ളതാണ്. കൃത്യമായ ഒരു മിഷൻ ഓഫീസ് വേണമെന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കണം. ഒരു മിഷൻ സംവിധാനം വേണം, അതിന് ഓഫീസർമാർ വേണം. പിന്നെ ഈ പരിപാടിക്ക് പങ്കെടുക്കുന്ന ഓഫീസർമാർ, നിങ്ങൾക്ക് ഇപ്പം മലപ്പുറം ജില്ലയാണെങ്കിലും വയനാട് ജില്ലയാണെങ്കിലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും അവിടെ ഉള്ളവർക്ക് അറിയാൻ പറ്റും കറക്റ്റഡായിട്ടുള്ള ഉദ്യോഗസ്ഥരാരാണ്, 10 മണി തൊട്ട് 5 മണിക്ക് ഓഫീസിൽ നിന്ന് വീട്ടിൽ പോകുന്ന ആരാണ്, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ, എല്ലാം അറിയാൻ പറ്റും. നമ്മുടെ സംവിധാനത്തെ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും ഞാനൊരു ഉദ്യോഗസ്ഥനെയും കുറ്റം പറയുന്ന ആളൊന്നുമല്ല, പക്ഷേ ഒരു പാഷനായി ഇതിനോടൊരു വൈകാരികതയുള്ള, പരിസ്ഥിതിയോട് വൈകാരികതയുള്ള ഈ കാര്യങ്ങൾ ആവേശത്തോടുകൂടി ചെയ്യുന്ന കുറേ ഉദ്യോഗസ്ഥന്മാരും ഇതിനാവശ്യമുണ്ട്. അത് ഡെപ്യൂട്ടേഷനിൽ ചിലപ്പോൾ കൊണ്ടുവരേണ്ടി വരും. നിങ്ങൾ നോക്കൂ, ഇനി നമുക്ക് കൃഷിഭവനുകൾ ഒരുപാട് കാര്യം ചെയ്തു കൊടുക്കേണ്ട ഓഫീസാണ്. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാർ ഒരുപാട് കാര്യം ചെയ്തു കൊടുക്കേണ്ടവരാണ്. BDOമാർ, പഞ്ചായത്തിൻ്റെ സെക്രട്ടറിമാർ, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയുടെ ആളുകൾ, അങ്ങനെ ഓരോ ഉദ്യോഗസ്ഥരെ നിങ്ങൾ എടുത്തോളൂ. ICDSൻ്റെ ഓഫീസർമാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടവരാണ് ജനങ്ങൾക്ക്. അത് ചെയ്തു കൊടുക്കേണ്ട ഓഫീസർമാർ, അവർക്ക് അങ്ങനെ വലിയ വികാരമൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറയാൻ കാരണം അതിന് കാരണം ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അങ്ങനെ ഇപ്പോൾ കാണിക്കുന്നൊരു വികാരവും ഇപ്പോൾ കാണിക്കുന്നൊരു ആവേശവും തൻ്റെ കയ്യിൽ പണം വരുമ്പോൾ, അല്ലെങ്കിൽ തനിക്ക് തൻ്റെ കയ്യിൽ നിന്നൊരു ബില്ലിൽ നിന്ന് പൈസ അടിച്ചു മാറ്റാൻ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കള്ള ബില്ല് വെച്ച് ചെയ്യാൻ കഴിയുമ്പോൾ, അതിനൊരു സാധ്യത വരുമ്പോൾ ഇതൊക്കെ അങ്ങ് മറക്കും, അതവർ ചെയ്യും. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, ഇതാണ് നമ്മളെ അനുഭവങ്ങൾ. അതുകൊണ്ട് ദയവായി ഒരു പ്രത്യേക പാക്കേജിന്, അതിൻ്റെ മോണിറ്ററിങ്ങിന്, ഇതിൻ്റെ നടത്തിപ്പിൻ്റെ മോണിറ്ററിങ് സംവിധാനം എങ്ങനെയാണ്, എന്താണ് ഇംപ്ലിമെൻറ്റേഷൻ്റെ ഓർഗനൈസേഷണൽ സ്ട്രാറ്റജി, വീട് വെച്ച് കൊടുക്കും, കസ്റ്റമൈസർ എല്ലാം സമ്മതിച്ചു. പക്ഷേ എന്താണ് റീഹാബിലിറ്റേഷൻ്റെ ഓർഗനൈസേഷണൽ സ്ട്രാറ്റജി എന്ന് നിങ്ങൾ ദയവായി ചർച്ച ചെയ്യണം. അതുകൊണ്ട് ഞാനൊരു വാക്കുകൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. DYFI നിങ്ങൾ സംസ്ഥാന കമ്മിറ്റിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ അവിടെ ഒരു ആശയ ശില്പശാലയോ അവിടെ ഇതുപോലൊരു കോർഡിനേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങളോ നിങ്ങൾ സംസ്ഥാന തലത്തിൽ ചർച്ച ചെയ്ത് ദയവ് ചെയ്ത് അതും നിങ്ങൾ ഗവൺമെൻറ്റിന് കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ ഇത് ഒരു സോഷ്യലായി കൂടി ഇതിനകത്ത് വരും. ഓക്കെ, യെസ്, ഞാൻ തിരികെ എത്താം. ശ്രീ ഷംഷാദ് മരക്കാർ, ആ രീതിയിലുള്ള എല്ലാ വിഷയങ്ങളും വരുമ്പോൾ മോണിറ്ററിംഗ് എന്ന് പറയുന്ന ഒരു വലിയ വാക്ക് അതിനകത്ത് വരികയാണ്. അത് ആ ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യാൻ ഭരണ നേതൃത്വം അത് വളരെ ഉയർന്ന തലത്തിൽ തന്നെ ഉണ്ടാകും എന്നാണ് മന്ത്രിമാർ തന്നെ ന്യൂസ് 8 അടക്കം പറഞ്ഞത്. പ്രധാനമന്ത്രി വരികയുണ്ടായി, കൂടുതൽ പ്രതീക്ഷ വയനാട്ടുകാർക്ക് കിട്ടുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ 2 തലത്തിൽ ഒരു മോണിറ്ററിംഗ് ഒരുപക്ഷെ നടപ്പാക്കിയാൽ, കേന്ദ്ര സർക്കാർ തലത്തിൽ, സംസ്ഥാന സർക്കാർ തലത്തിലൊക്കെ നടപ്പാക്കിയാൽ ഇത്തരം പരാതികളൊക്കെ ഒഴിവാക്കാം. അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ വരുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷ താങ്കൾക്കുണ്ടോ? തീർച്ചയായും അങ്ങനെ ഒരു പ്രതീക്ഷയുടെ കാര്യമായിട്ടില്ല. ഞാൻ പറയുന്നത് നമ്മളത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ മുണ്ടക്കൈ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു മിഷൻ ആവണമെന്നും അതിനൊരു നോഡൽ ഓഫീസർ വേണമെന്നുള്ളത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ നോഡൽ ഓഫീസർക്ക് നമ്മൾ പറഞ്ഞൊരുക്കുന്നത്, വയനാട്ടിൽ ഒരുപാട് നല്ല ആളുകളുണ്ട്, വയനാട്ടിൽ പുറത്തുമുണ്ട്. അതിൽ ഈ വയനാടുമായി ബന്ധമുള്ള ആളുകളെ ഈ ഒരു നോഡൽ ഓഫീസറായി കൊണ്ടുവന്നാൽ മാത്രമേ ഇത് സക്സസ് ആയി പോവുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ പുത്തുമലയിൽ നമുക്ക് പറ്റിയത് ഈ സുഭാഷ് ചന്ദ്രബോസ് അവർ പറഞ്ഞത് തന്നെയാണ്. ഒരാഴ്ച കൂടി കഴിയുമ്പോൾ എല്ലാവരും പോകുമ്പോൾ ഒരു വയനാട്ടുകാരും മുണ്ടക്കൈക്കാരും മാത്രമായിരിക്കുന്ന ഒരു സാഹചര്യം വരും ഇവിടെ. ആ സാഹചര്യം വന്നു കഴിയുമ്പോഴാണ് ഈ പ്രതിസന്ധിയുടെ രൂക്ഷത നമ്മൾ അറിയുക. അപ്പോൾ അന്ന് നമ്മൾ ഡിസൈൻ ചെയ്തു, ടൗൺഷിപ്പ് എന്ന വാക്കിനെ ഉപയോഗിക്കുന്നില്ല, അതുപോലെയുള്ള ഒരു പദ്ധതി പ്രഖ്യാപിച്ചു. അതിലൊരുപാട് ഹെൽത്ത് സെന്റർ, അംഗൻവാടി, പൊതുയിടം, കളിക്കളം അങ്ങനെയൊക്കെ പറഞ്ഞു പ്രഖ്യാപിച്ചു. അത് കലക്ടറേറ്റ് കേന്ദ്രീകരിച്ചാണ് അതിന്റെ പ്രവർത്തനം നടന്നത്.
ഒരു ഘട്ടം എത്തിയപ്പോൾ ജനപ്രതിനിധികൾക്ക് പോലും അതിനകത്ത് കാര്യമായ ഇടപെടൽ നടത്താൻ കഴിയാത്ത സാഹചര്യം വന്നു. ഈ വീട് ആവശ്യമുള്ള ആളുകൾ പലതരം കാര്യങ്ങൾക്ക് കലക്ട്രേറ്റിൽ വന്ന് കാണുന്ന സമയത്ത് കലക്ടർ അടക്കമുള്ള ആളുകൾ അവർക്ക് മറ്റു പല കാര്യങ്ങളുണ്ട്, അവർ തിരക്കിലായിരിക്കും, ഇവർ പുറത്തായിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ കാണിക്കുന്ന ഒരു സിമ്പതി, ഒരു സ്നേഹം, അത് കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടാവില്ല എന്ന്. അതായത് ഒരാഴ്ചയോ 2 ആഴ്ചയോ 3 ആഴ്ചയോ 6 മാസമോ കഴിയുമ്പോൾ മുണ്ടക്കൈക്കാരോട് ഇപ്പം നമുക്കുണ്ടായിരുന്ന സ്നേഹം എത്രത്തോളം ഉണ്ടാകും എന്നുള്ളതൊരു ചോദ്യമാണ്. അപ്പോൾ ആ സ്നേഹത്തിന്റെ അളവ് കുറയുന്നതിനനുസരിച്ച് അവരുടെ ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുകയും ചെയ്യും. അങ്ങനെ അവർ കലക്ട്രേറ്റ് വന്ന് തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാവും. അവർക്ക് ആരോട് പറയണമെന്നറിയാം. പക്ഷേ പുത്തുമലയിൽ നിങ്ങൾ ഇപ്പോൾ പോയി ചോദിച്ചാൽ അന്ന് അവരുടെ റെസ്ക്യൂ ഓപ്പറേഷന് നേതൃത്വം നൽകിയ ഒരു IAS പേര് അവർ ഉറക്കത്തിൽ പോലും എഴുന്നേറ്റ് എന്ന് പറയും. അയാൾ ഇന്ന് എറണാകുളത്തെ കലക്ടറാണ്, ഉമേഷാണ്. അപ്പോൾ ഉമേഷ് IAS എന്ന് പറയുന്ന വയനാട്ടിലെ സബ് കളക്ടർ അന്ന് പുത്തുമലയെ കോർഡിനേറ്റ് ചെയ്ത് ജനങ്ങളെ റെസ്ക്യൂ ചെയ്ത് അദ്ദേഹത്തെ ഇപ്പോഴും ആളുകൾ ഓർക്കുന്നത് ആ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയതുകൊണ്ടാണ്. പക്ഷെ അതിനുശേഷം അവരുടെ റീഹാബിലിറ്റേഷൻ ചെയ്ത ആളുകളുടെ പേര് ചോദിച്ചാൽ അവർ ഓർക്കുന്നില്ല. കാരണം ആ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിരുന്നില്ല എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഒരു നോഡൽ ഓഫീസ് ഉണ്ടാവണം. പിന്നെ ഇതിന്റെ ചർച്ച മുകളിൽ നിന്നും താഴേക്കാണ് വരിക. അതിന് മാറ്റം വരണം. താഴെയിൽ നിന്നും മുകളിലേക്ക് ചർച്ച വേണം. ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് മുണ്ടക്കൈക്കാരോടാണ്, പിന്നെ നമ്മൾ ചൂരൽമലക്കാരോടാണ് ചർച്ച ചെയ്യേണ്ടത്. അവിടെ നിന്ന് തുടങ്ങി പഞ്ചായത്തിനോട് ചർച്ച ചെയ്യണം, ബ്ലോക്ക് പഞ്ചായത്തിനോട് ചർച്ച ചെയ്യാം, ജില്ലാ പഞ്ചായത്തിൽ ചർച്ച ചെയ്യാം, MLA പറയാം. സുഭാഷ് ചന്ദ്രബോസ് അവർ പറഞ്ഞതുപോലെ ഇതിന്റെ എക്സ്പേർട്ടുകളുമായി ചർച്ച ചെയ്യാം, ഇതിലൊരു ആശയം രൂപീകരിക്കാം, അത് മന്ത്രിതല സമിതിക്ക് പരിശോധിക്കാം, സർക്കാരിന്റെ ഏത് സംവിധാനത്തേക്കും പരിശോധിക്കാം, ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യുക. ആ ഡിസൈൻ ചെയ്ത പ്ലാൻ ഇവരോടുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇവരെ കൂടി വിശ്വാസത്തിലെടുത്ത് സമയബന്ധിതമായി തീർക്കുന്ന രീതിയിലേക്കുള്ള റീഹാബിലിറ്റേഷൻ പോകണം. പക്ഷേ ഇത് പുത്തുമലയുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതിലെ എണ്ണം വളരെ വലുതാണ്, ഡാമേജ് വളരെ വലുതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 മാസം മുമ്പ് വീട് വെച്ച ആളുടെ വീട് കാണാനില്ല. ആ വീട് മുഴുവൻ ലോണിലാണ്. അതെന്ത് ചെയ്യും? നമ്മൾ വാടകയ്ക്ക് കെട്ടിടം തരാം, 1 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു 2-3 ബെഡ്റൂമുള്ള വീട് തരാമെന്ന് പറഞ്ഞാൽ മതിയോ? അവരുടെ ബാധ്യതയെക്കുറിച്ച് അവരോട് സംസാരിക്കേണ്ട. അവരാരോട് സംസാരിക്കുന്നു? നമ്മൾ ഈ ചർച്ചയിൽ തന്നെയാണ് ഒരു ടോക്കൺ മണി അടക്കം വേണമെന്നുള്ള നിർദ്ദേശം താങ്കളുടെ ഭാഗത്ത് തന്നെ ഉയർന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം ആ ഒരു നിർദ്ദേശത്തിലേക്കൊക്കെ സർക്കാർ കടക്കുകയൊക്കെ ചെയ്തു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ വായ്പ എഴുതി തള്ളണം എന്ന് അടക്കമുള്ള നിർദ്ദേശങ്ങൾ അതൊക്കെ ഈ യോഗങ്ങളിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ടോ? അതിനോടൊക്കെ ഏത് തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അധികൃതരെ സംബന്ധിച്ചിടത്തോളം? തീർച്ചയായും അത് നമ്മൾ മന്ത്രിമാരുമായുള്ള നമ്മൾ ചർച്ചയിൽ നമ്മൾ പറഞ്ഞു, ദേശീയ തലത്തിൽ നിന്ന് സമിതിക്ക് മുമ്പിലെയും നമ്മൾ ഈ ആവശ്യം ഉന്നയിച്ചു. കാരണം അത് ആവശ്യം ഉന്നയിക്കാനുള്ള കാരണം ഒരു വാർത്തയാണ്. എന്നെ EMIയുടെ അടവ് തെറ്റിയതിനെ തുടർന്ന് ഈ ക്യാമ്പിലുള്ള ആളുകളെ നിരന്തരം വിളിച്ച് ആളുകൾ ശല്യപ്പെടുത്തി. പക്ഷെ നമ്മൾ ഇടപെട്ടു, EMI വിളി അവസാനിപ്പിച്ചു. പക്ഷെ ആ വിളിക്കുന്ന കോള് മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ. അതിന്റെ ബാധ്യതയായി തന്നെ നിൽക്കുകയാണ്. അപ്പോൾ വീടിന് ലോൺ എടുത്തവൻ, ഓട്ടോറിക്ഷയ്ക്ക് ലോൺ എടുത്ത ആള്, വാഹനത്തിന് ലോൺ എടുത്ത ആളുകൾ, മകളുടെ പഠനത്തിന് ലോൺ എടുക്കുകയും മകൾ പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്ത മകൾ നഷ്ടപ്പെട്ട പിതാവുണ്ട്. അതിന്റെ ഒരു ബാധ്യതയെ നമ്മൾ കുറിച്ച് കൺസിഡർ ചെയ്യണമല്ലോ. അവസാനമായി എടുത്ത എല്ലാം വിറ്റുപെറുക്കി കട തുടങ്ങിയ കട നഷ്ടപ്പെട്ടു പോയ ആളുണ്ട്, അദ്ദേഹത്തിനെ കൺസിഡർ ചെയ്യണ്ടേ? ഇന്ന് ഞങ്ങൾ ഒരു ജീപ്പിന് വേണ്ടി യൂത്ത് കോൺഗ്രസ്സുകാർ ഒരു ജീപ്പ് വാങ്ങിക്കൊടുക്കുന്നത് വേണ്ടി അന്വേഷിക്കുമ്പോൾ അവരോടൊപ്പമുള്ള സുഹൃത്ത് വന്നൊരു ഫോട്ടോ കാണിച്ചു. ഇതെന്റെ ഓട്ടോറിക്ഷയാണ്, പുതിയതായിരുന്നു, അതിന്റെ കഷ്ണം പോലും കാണാനില്ല എന്നാണ് പറയുന്നത്. ഫുൾ ബാധ്യതയിലാണ് ചെറുപ്പക്കാരൻ. ആ ബാധ്യതകളെ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. കേവലം ഒരു വീടും 10 സെന്റ് സ്ഥലവും എന്നുള്ള റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നൊരു റീഹാബിലിറ്റേഷൻ അതിലൊരു രാഷ്ട്രീയവും വേണ്ട. അതിനകത്ത് എന്ത് തരത്തിലുള്ള ഒത്തൊരുമിച്ചുള്ള ഒരു പോക്കിനും എല്ലാവരും തയ്യാറാണ്. അത് ഒരുമിച്ച് നിന്ന് നമുക്ക് പ്രോപ്പറായി ഇതിനൊരു വലിയ മാതൃകയായി ഇതിന് മാറ്റണം. ഇപ്പൊ നമ്മൾ വാടകയ്ക്ക് പോകുന്ന ആളുകൾക്ക് കട്ടിലും കിടക്കയൊക്കെ കൊടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞ മീറ്റിംഗ്. പക്ഷെ ഞാൻ എന്നെ കൊണ്ട് ചെയ്യുന്നത് പോലെ ഇന്ന് യൂത്ത് കോൺഗ്രസ്സുകാരെ കൂട്ടി 5 വീട്ടിലേക്കുള്ള മുഴുവൻ കട്ടിലും ഫർണിച്ചറും കുക്കറും പാത്രങ്ങളും ഒക്കെ അവർക്ക് കൊണ്ടുകൊടുത്തു. ഇനി 45 പേർ കൂടി അവർ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് വന്നവർ 30 വീട്ടിന് കൊടുക്കാന്ന് പറഞ്ഞു. വേറൊരു ആളുകൾ വന്നിട്ട് ഒരു 10 വീട്ടിന് കൊടുക്കാൻ. അപ്പൊ നമുക്ക് പണം പോലും ചെലവില്ലാതെ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പൊ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ അവർക്ക് വേണ്ടി ചെയ്യണം. പ്രതിസന്ധിയിലാവരുത്. അത്രയാണ്. യെസ് ഷബീർ, രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് എന്ന് പറയുമ്പോഴും രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് നിങ്ങളെപ്പോലുള്ള സംഘടനകൾക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യമുണ്ട്. അത് യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും DYFI ഒക്കെ ആണെങ്കിലും
അതിപ്പോഴാണ് ചെയ്യാൻ കഴിയുക. ഏത് തരത്തിലാണ് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് തീരുമാനിക്കാൻ കഴിയുന്നത്, നിങ്ങൾക്ക് ഇടപെടാൻ കഴിയുന്നത് ഒരു നോഡൽ ഓഫീസർ വേണം, അത് ഈ ജനങ്ങളുടെ വിഷയങ്ങൾ അറിയുന്ന ഒരാളായിരിക്കണം, വയനാടിനെ അറിയുന്ന ആളായിരിക്കണം. ഇത്തരത്തിലുള്ള സമ്മർദ്ദമൊക്കെ ചെലുത്താൻ കഴിയുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിൽ തന്നെയാണ്. നേരത്തെ ശ്രീ സുഭാഷ് ചന്ദ്രബോസ് സാർ പറഞ്ഞ പോലെ ഒരല്പം കഴിഞ്ഞാൽ നിങ്ങൾ പോലും ഈ ചിത്രത്തിൽ ഇല്ലാതെയാകും, പിന്നെ തീരുമാനിക്കുന്ന മറ്റാരൊക്കെയാണ്. അപ്പോൾ ഇടപെടാൻ കഴിയുന്നത്, ചില കാര്യങ്ങളൊക്കെ ഉറപ്പാക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. ആ ഒരു ഘട്ടത്തെ അവസാന സമയത്ത് കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇതില് തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ സിസ്റ്റത്തെ ഒന്നും അങ്ങനെ അവിശ്വസിക്കേണ്ട ഒരു പ്രശ്നമൊന്നും ഇവിടെ ഉദിക്കുന്നില്ല. നേരത്തെ പറഞ്ഞു തന്നെ ആവർത്തിക്കുകയാണ്. നേരത്തെ നമുക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ ഇവിടെ സുഭാഷ് ചന്ദ്ര സാർ ഉൾപ്പെടെ സൂചിപ്പിച്ച നിർദ്ദേശങ്ങളിൽ സ്വീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ ഏത് ഭാഗത്തു നിന്ന് വരുന്ന നിർദ്ദേശങ്ങളാണെങ്കിലും പൂർണ്ണമായും ഉൾക്കൊണ്ടു തന്നെയാണ് ഇതുവരെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ച PPP മോഡൽ ഉൾപ്പെടെ എല്ലാ സന്നദ്ധ സംഘടനകൾ, വ്യക്തികൾ, ഇവരെല്ലാം ഭാഗവാക്കാക്കി ഗവൺമെന്റിന്റെ ഏകോപനത്തിലാണ് നിലവിലെ ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. കൃത്യമായ മോണിറ്ററിങ്. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ സംസ്ഥാനത്തെ ക്യാബിനറ്റിലെ നിരവധി മന്ത്രിമാർ നേതൃത്വം കൊടുത്ത് അവിടെ ക്യാമ്പ് ചെയ്താണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഉദ്യോഗസ്ഥ തലത്തിൽ അതിനാവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും അവിടെ വളരെ കൃത്യതയോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന നോഡൽ ഓഫീസർ എന്നതൊന്നും അത്ര വലിയൊരു പ്രയാസകരമായ സ്ഥിതിയൊന്നുമില്ല. അതെല്ലാം വളരെ കൃത്യമായി നിശ്ചയിച്ച് വളരെ മനോഹരമായി ഈ പറയുന്ന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും. ഒരാൾക്കും ഒരാശങ്കയും വേണ്ട. ഇവിടെ ഈ പുത്തുമല, ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട ഒരാൾക്കും അത്തരത്തിലുള്ള ഒരു ആശങ്കയ്ക്കും ഒരു ഇടവും നിലവിലില്ല. അങ്ങനെയുള്ള എല്ലാ ആശങ്കകളും വയനാട് ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ ഇവിടെ ചുരമിറങ്ങി തീരുന്ന പ്രശ്നമല്ല. അത് ഇവിടെ സൂചിപ്പിച്ച് നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇത് വളരെ കൃത്യമായി ഏറ്റവും വലിയ നമ്പർ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെയില്ല. അപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഒരു സാധ്യതയുണ്ട്, കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പരിമിതികളുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം കണക്കിലെടുത്ത് വളരെ വേഗത്തിൽ നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഡിസൈൻ വെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല നമ്മുടെ നാട്ടിലുള്ളത്. അപ്പൊ അത്തരം എല്ലാ കാര്യങ്ങളും ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ബാങ്ക് ലോണുമായി ബന്ധപ്പെട്ട പ്രശ്നം, അങ്ങനെ ഒരു പ്രശ്നം ഉയർന്ന ഘട്ടത്തിൽ തന്നെ അതിന് ഗവൺമെന്റ് തന്നെ, ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ട് പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും രൂപപ്പെടുന്ന സാഹചര്യത്തിൽ അതിനെല്ലാം നമ്മുടെ സംവിധാനങ്ങൾ, സിസ്റ്റം വളരെ കൃത്യമായി ഇതുവരെ ഇടപെട്ടിട്ടുണ്ട്. അതിലൊന്നും ഒരു ആശങ്കക്കും ഇടയില്ല. DYFI ഉൾപ്പെടെ ഇപ്പോ ഈ ഘട്ടത്തിൽ കേരളത്തിൽ ആദ്യമായി 25 വീടുകൾ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചത് DYFI ആണ്. ഇപ്പൊ ആക്രി പോലെയുള്ള സാധനങ്ങൾ കളക്ട് ചെയ്ത് അതിനാവശ്യമായ പണം സമാഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. DYFI മാത്രമല്ല, കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള സന്നദ്ധ സംഘടനകൾ, പല വ്യക്തികളും, മാധ്യമ സ്ഥാപനങ്ങളും എല്ലാം ഇതുമായി ബന്ധപ്പെട്ട് വലിയ മുൻകൈയാണ്. നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകമായ ഒരു ഉള്ളുറപ്പും കരളുറപ്പും തന്നെയാണത്. ഏതൊരു പ്രതിസന്ധിയും അതിജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണത്. അതെല്ലാം യോജിപ്പിച്ച് ഏകോപിപ്പിച്ച് ഇതിനാവശ്യമായിട്ടുള്ള കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങൾ മുന്നോട്ട് പോകുക. അതിനെ ഏതെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് നേരത്തെയുള്ള അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അങ്ങനെയാണ് ഇനിയും നടക്കുക എന്നതിൽ പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഈ വിഷയത്തിൽ തന്നെ നമ്മുടെ നേരത്തെയുള്ള പുനരധിവാസം തന്നെ നാടിനാകെ മാതൃകയായിട്ടുള്ള പുനരധിവാസ പദ്ധതികൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. അതിനെയെല്ലാം വളരെ മോശപ്പെട്ട നിലയിലാണ് എന്ന് പറയുന്നതിൽ അതിലൊരു ന്യായം തീർച്ചയായും അല്ല ഷബീർ, അത് മോശമെന്നല്ല. പക്ഷേ അതിലുള്ള ചില പരാതികൾ അത് വേദനയായിട്ട് നിൽക്കുമ്പോൾ അതുകൂടി പരിഹരിച്ചല്ലാതെ എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് നോക്കാൻ കഴിയുക എന്നൊരു ചോദ്യമുണ്ട്. അതില്ലാതാവുന്നില്ല. അത്തരം കാര്യങ്ങൾ പൂർണ്ണമായും പരിഹരിച്ചു തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട തീർച്ചയായിട്ടും അതൊരു പ്രതീക്ഷയാണ്. ആ ഒരു പ്രതീക്ഷ അത് ഞാൻ അംഗീകരിക്കുന്നു. അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയുടെ പുറത്തുകൂടിയാണല്ലോ കൂടുതൽ ജനങ്ങൾ ഓരോ മണിക്കൂറുകളും വിളിച്ച് ഞങ്ങളിതാ ഉള്ളതുപോലും സഹായിക്കാൻ, ഞങ്ങളുടെ കയ്യിലുള്ളതെല്ലാം സഹായിക്കാൻ തയ്യാറാണെന്ന് പറയുന്നത് അതുകൊണ്ടുകൂടിയാണ്. അവർക്ക് കൂടെ വേണ്ടിയാണല്ലോ നമ്മൾ ഈ സംഭാഷണം നടത്തുന്ന പോലും അവർക്ക് വേണ്ടി കൂടിയാണ്. ഏതായാലും പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, ഷബീർ, ഒപ്പം ഷംഷാദ് മരക്കാർ പ്രത്യേക നന്ദി. ഇന്ന് 1 Day for വയനാട് എന്നിൽ പലരും നമ്മളെ വിളിച്ചു. അതിൽ മുതുകുളത്ത് സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന ജനിതക രോഗത്താൽ ശാരീരിക വെല്ലുവിളി നേരിടുന്ന ഗൗതമിയും CMDRFന്റെ ഭാഗമായി 1 വർഷത്തെ ഭിന്നശേഷി പെൻഷനാണ്. ഒപ്പം അനുജത്തിയുടെ സമ്പാദ്യവും കൂടെ ചേർത്ത് 20,000 രൂപ നൽകിക്കൊണ്ടാണ് MSM കോളേജിലെ 2ാം വർഷ BCom വിദ്യാർത്ഥി ഗൗതമി വയനാട് ചേർത്ത്. ഗൗതമിയുടെ വാക്കുകളിലൂടെ പൂർണ്ണമാകുന്നു പ്രൈം ഡിബേറ്റ്. നമസ്കാരം.
നമ്മളെപ്പോലെ ഒരു രാത്രി ഉറങ്ങാൻ കിടന്ന് തൊട്ടടുത്ത ദിവസമാകുമ്പോൾ വളരെ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ എല്ലാം നഷ്ടമാകുന്ന ഒരവസ്ഥ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ആ ഒരവസ്ഥയിൽ എൻ്റെ കുടുംബത്താൽ കഴിയാവുന്നത് നൽകാം എന്നേ തോന്നിയുള്ളൂ. ഇത് വളരെ ചെറിയൊരു തുകയാണ്. അപ്പോൾ എന്നാൽ കഴിയുന്ന അല്ലെങ്കിൽ എൻ്റെ കുടുംബത്താൽ കഴിയുന്ന അത്രയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. ദുരിതം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ പലതരത്തിലാണ്. അതിൽ ഒരു ഭാഗമെങ്കിലും അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ അത് എത്രത്തോളം വലുതാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഒരാളിലേക്ക് ആശ്വാസം എത്തിക്കുക അത്ര ഞാനും ചിന്തിച്ചുള്ളൂ. എന്റെ മലയാളം ഇതിന്റെ അടയാളം, ഇതിന്റെ മലയാളം എന്നുയിരിന്റെ താളം, തോളോടു തോൾ ചേരും മലയാളമേ, നെഞ്ചം നിറയ്ക്കുന്ന അഭിമാനമേ, കൂടപ്പിറപ്പെന്ന വരദാനമേ, ഉലകെങ്ങും പുകഴ് പെറ്റ ഒരു നാമമേ, അവരന്റെ ഉയിരിനെ ദൈവമായി കാക്കുന്ന ഒരു മതൻ മണ്ണെന്റെ മലയാളമേ, ഇതെന്റെ മലയാളം, ഇതെന്റെ അടയാളം, എന്റെ മലയാളം, എന്നുയിരിന്റെ താളം, ഇതെന്റെ മലയാളം, എന്റെ അടയാളം, എന്നുയിരിന്റെ താളം, ഇതെന്റെ മലയാളം, താങ്ങായി മാറും നമ്മൾ തോളോടു തോൾ ചേരും അടയാളം, എന്നും കൈതാങ്ങും പുണ്യമെൻ മലയാളം, എന്റെ മലയാളം, ഇതെന്റെ അടയാളം, ഇതെന്റെ മലയാളം. മാത്രമായും